മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെ ശബ്ദമുയർത്തി ശക്തിയോടെ വായിച്ച്, നിങ്ങളും ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ശബ്ദമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അതിശക്തമായിട്ട് മുന്നേറുന്നതായ കാലം 12 അപ്പോസ്തലന്മാർ വളരെ അതിശയിക്കുകയുണ്ടായി. കാരണം യോഹന്നാൻ സ്നാപകൻ്റെ കാലത്ത് വെളിപ്പെടാത്ത വലിയ ശക്തി യേശുവിലൂടെ ഇതാ വെളിപ്പെടുന്നു. സ്തോത്ര പ്രവാചകന്മാരുടെ കാലത്ത് കേട്ടിട്ടില്ലാത്തത്, എലിയാവിൻ്റെ കാലത്ത് കണ്ടിട്ടില്ലാത്തത്, എലിശായുടെ കാലത്ത് ചിന്തിപ്പാൻ കഴിയാത്തത്, മോശയുടെ കാലത്ത് എത്തി നോക്കാൻ കഴിയാത്തത് ഇതാ യേശുവിൻ്റെ മുൻപിൽ സംഭവിക്കുകയാണ്. കാരണം എലോഹീം ദൈവപുത്രൻ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ മുൻപിൽ ഡെയിലി ആയിരക്കണക്കിന് ജനം സൗഖ്യമാകുന്നു. ചില പ്രദേശങ്ങൾ അവൻ കാലുകുത്തുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഓഫൻ ഹി ഹീൽ ദം ഓൾ. ആ പ്രദേശത്തിൽ പിന്നെ രോഗികളെ ഇല്ല. കമാണ്, നിങ്ങൾ നല്ലൊരു ആമേൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ആ ദേശത്ത് പിന്നെ രോഗികളെ ഇല്ല. ആ വണ്ണം വളരെ ശക്തമായി സ്തോത്രം അത് ദൈവമായ കർത്താവ് പിതാവായ ദൈവം യേശുവിനെ ഉപയോഗിക്കുകയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 10:38 പറയുന്നു, how God the Father anointed Jesus Christ of Nazareth with the Holy Ghost and with power. നസ്രയനായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട് ഭൂതബാധിതരെ വിടുവിച്ചുകൊണ്ട് ദൈവകൃപയാൽ പുറപ്പെട്ടു പോയി. സോ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവർത്തികൾ ഒക്കെ യേശുവിലൂടെ സംഭവിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഇവൻ്റെ പവറിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്, ഇവൻ്റെ ശക്തിയുടെ രഹസ്യമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. കമോൺ, ഇവൻ്റെ ശക്തിയുടെ രഹസ്യം പ്രാർത്ഥനയാണ്. ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുടെ രഹസ്യമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് മാൻ പവറല്ല, മണി പവറല്ല, എഡ്യൂക്കേഷൻ അല്ല, പകരം പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നവൻ മാത്രമേ ജയിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒലിമലയുടെ താഴ്വരയിൽ ഒരു ദിവസം സന്ധ്യാസമയത്ത് ശുശ്രൂഷ കഴിഞ്ഞിട്ട് യേശു കർത്താവ് തൻ്റെ 12 അപ്പോസ്തലന്മാരുമായി ഇരിക്കുമ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ലൈഫ് സക്സസ് ആകാൻ, ഞങ്ങൾക്കും സ്തോത്രം ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ ഞങ്ങളെയും സ്തോത്രം അത് പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ലോർഡ് ടീച്ച് us to pray. ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. സ്തോത്രം. ഉടനെ കർത്താവ് പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതുവരെ സ്തോത്രം ദൈവത്തെ എലോഹീം എന്ന് അല്ലെങ്കിൽ യാവേ എന്ന്, അഡോണായ് എന്ന് പറഞ്ഞ്, യജമാനനെ എന്ന് പറഞ്ഞ്, ദൈവമേ എന്ന് പറഞ്ഞ് സംബോധന ചെയ്തെങ്കിൽ ആ ഡിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് അകന്ന് നിന്ന് യജമാനനെ എന്ന് വിളിക്കാതെ, അകന്ന് നിന്ന് യഹോവയാം ദൈവമേ യാവേ എന്ന് വിളിക്കാതെ അപ്പനും മക്കളും എന്ന റിലേഷൻ വെളിപ്പെടുവാൻ തക്കണം കർത്താവ് പറഞ്ഞു, സ്തോത്രം അതെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒരിക്കൽ കൂടെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കേൾക്കണമേ, 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അതാണ് ഇന്ന് പകൽക്കാലം നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഇന്ന് പകൽക്കാലം നാം കേൾക്കുന്നതായ ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്, ദ വണ്ടർഫുൾ നെയിം, അതിശയ നാമം. വണ്ടർഫുൾ നെയിം, അതിശയ നാമം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്തോ നാമമാണ്? അതിശയ നാമമാണ്. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഇതുവരെ എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം അത് നിങ്ങൾക്ക് ലഭിക്കും. അർത്ഥം സ്തോത്രം, യേശുവിൻ്റെ നാമം. നോക്കിയേ, യേശുവിൻ്റെ നാമം ഒരു താക്കോലാണ്. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, സ്വർഗം നിങ്ങൾക്കായി തുറക്കുന്നു. പറഞ്ഞേ, സ്വർഗം നിങ്ങൾക്കായി തുറക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിങ്ങൾക്കായി തുറക്കുന്നു. നരകം നിങ്ങൾക്കെതിരെ അടയുന്നു. കമാൺ, സ്വർഗം നിങ്ങൾക്കായി തുറക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിങ്ങൾക്കായി തുറക്കുന്നു, നരകം അടയുന്നു. ഭൂമിയിൽ ദൈവത്തിൻ്റെ നാമം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും ദൈവകൃപയാൽ മഹത്വം എടുക്കുന്നു.
സോ യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. സ്തോത്രം. അതെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനോഹ എന്ന് പേരുള്ളതായ ഒരു മനുഷ്യൻ സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ മക്കളില്ലാത്തവനായി നിൽക്കുകയായിരുന്നു. ആ മനോഹ എന്ന് പറയുന്നവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം മക്കളെ ലഭിക്കുന്ന വാഗ്ദത്തം ലഭിക്കുമ്പോൾ, ഞാൻ പറയുന്നത് ശിംശോന്റെ പിതാവാണ്. ആ മനോഹയോട് കർത്താവ് ഇപ്രകാരം ചോദിച്ചു. സ്തോത്രം ന്യായാധിപന്മാരുടെ പുസ്തകം 13:18 ന്യായാധിപന്മാർ 13:18 മനോഹ ദൈവത്തോട് ചോദിക്കുന്നു, അങ്ങയുടെ നാമം എന്താണ്? അങ്ങയുടെ നാമം എന്താണ്? ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ദൂതൻ ഇപ്രകാരം ചോദിക്കുന്നു, വൈ ആർ യു ആസ്കിംഗ് മൈ നെയിം? മൈ നെയിം ഈസ് വണ്ടർഫുൾ. നീ എൻ്റെ പേര് ചോദിക്കുന്നത് എന്ത്? നീ എൻ്റെ പേര് ചോദിക്കുന്നത് എന്ത്? എൻ്റെ പേര് അതിശയമുള്ളത്. എൻ്റെ പേര് അതിശയമുള്ളത്. നീ ആരാധിക്കുന്നവനായ ദൈവം അതിശയങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചത് ആരോ ആവേശത്തോടെ ഹല്ലേലൂയ പറയുമെന്നാണ്. നീ ഇന്ന് പകൽ ആരാധിക്കുന്നത് ഒരു അപ്പച്ചനെയല്ല, ഒരു അമ്മച്ചിയല്ല, ഒരു കല്ലിൻ്റെ ബാക്കിയല്ല, ഒരു മരത്തിൻ്റെ ബാക്കിയല്ല, ഏതോ മൃഗത്തെയല്ല, പക്ഷിയല്ല. നീ ആരാധിക്കുന്നവനായ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ്. അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. അവൻ അസാധ്യമായി ഒന്നുമേ ഇല്ല. സ്തോത്രം. അതെ, നിന്റെ ദൈവം ദൈവകൃപയാൽ ജീവിക്കുന്നു. Why are you asking my name? My name is wonderful. യേശു കർത്താവിൻ്റെ ജനനം, കന്യകാ ജനനം വണ്ടർഫുൾ, അതിശയമാണ്. യേശുവിൻ്റെ ശൈശവ ജീവിതം, വേറെ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു, പക്ഷേ യേശുവിനെ തൊടുവാൻ കഴിഞ്ഞാൽ അവൻ വളർന്നു. അവൻ്റെ വളർച്ച അത്ഭുതം. യേശുവിൻ്റെ ശുശ്രൂഷ ഡെയിലി ആയിരങ്ങൾ വിടിവിക്കപ്പെട്ടു, അത്ഭുതം. യേശുവിൻ്റെ ക്രൂശിലെ മരണം, 7 അത്ഭുതം ക്രൂശിൽ സംഭവിക്കുകയുണ്ടായി, അത്ഭുതം. യേശു കർത്താവിൻ്റെ ശരീരം ആ താഴ്വരയിൽ, ഹിന്നോം താഴ്വരയിൽ വലിച്ചെറിയപ്പെടുമെന്ന് ചിന്തിച്ചു. പക്ഷേ ഒരു സ്തോത്രം ധനികൻ്റെ കല്ലറയിൽ യേശുവിൻ്റെ ശരീരം വെച്ചു, അടക്കം, അത്ഭുതം. അവൻ്റെ ഉയർപ്പ് അത്ഭുതം. കാരണം ആരും ഉയർത്തില്ല, ആരും പുറത്തു വന്നില്ല. പക്ഷെ കല്ലറയെ 3-ാം നാൾ തിരികെ കൊടുത്ത് യഹൂദ ഗോത്രത്തിലെ സിംഹം പുറത്തു വന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആരും അതേ സ്വർഗാരോഹണം ചെയ്തില്ല. യേശു സ്വർഗാരോഹണം ചെയ്തു. കണ്ണു തുറന്ന് കേൾക്ക്. ഇന്ന് പകലും സ്തോത്രം പിതാവിൻ്റെ വലതുഭാഗത്തവൻ നിങ്ങൾക്കായി ദൈവത്തിൻ്റെ കൃപയാൽ മധ്യസ്ഥ ചെയ്യുന്നു. വീണ്ടും വരുവാൻ വേണ്ടി പോകുന്നു. ഓ, കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. വൈ ആർ യു ആസ്കിംഗ് മൈ നെയിം? മൈ നെയിം ഈസ് വണ്ടർഫുൾ. നീ എൻ്റെ നാമം ചോദിക്കുന്നത് എന്ത്? എൻ്റെ പേര് അതിശയമുള്ളത്, അതിശയനാമം. ഹോളോ ബി ദൈ നെയിം. സ്തോത്രം. അങ്ങയുടെ നാമത്തെ വിശുദ്ധീകരിക്കണമേ. സഹോദരി സഹോദരന്മാരെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ സത്യത്തിലും ആരാധിച്ച് നിങ്ങൾ ഏത് ഗ്രാമത്തിൽ, ഏത് പട്ടണത്തിൽ, ഏത് കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്യുന്നെങ്കിലും ദൈവകൃപയാൽ മനസ്സിലാക്കുക. നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല, അതേ നിങ്ങൾ കർത്താവിൻ്റെ നാമം ധരിച്ചാണ് നിൽക്കുന്നത്. കർത്താവിൻ്റെ നാമം ധരിച്ചാണ് നിൽക്കുന്നത്. സോ കർത്താവിൻ്റെ നാമം വഹിപ്പാൻ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ശൗലിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ പറഞ്ഞു, അവൻ എൻ്റെ നാമം വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാകുന്നു. സ്തോത്രം. അപ്പോസ്തലർ 9:15 നിങ്ങൾ ചുമക്കുന്നത് ഒരു സംഘടനയുടെ നാമമല്ല, നിങ്ങൾ ചുമക്കുന്നത് ഒരു ദൈവദാസനാകല്ല, നിങ്ങൾ ചുമക്കുന്നത് ഏതോ പ്രത്യേക ഓർഗനൈസേഷൻ ആകല്ല, പകരം സകല നാമത്തിന് മേലായ ദൈവത്തിൻ്റെ നാമത്തിലൊന്നും നിന്ന് നോക്ക്. അത് ജയമായിരിക്കും, അത് അനുഗ്രഹമായിരിക്കും. സഭ ഒരിക്കലും ദൈവദാസന്മാരുടെ ഫാൻസ് അസോസിയേഷൻ അല്ല. പകരം സഭ നിൽക്കേണ്ടത്, നീ നിൽക്കേണ്ടത്, നിന്റെ കുടുംബം നിൽക്കേണ്ടത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിന്നാട്ടെ. പക്ഷേ അത് കേൾക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആണ്, അത് കേൾക്കാൻ വളരെ ആവേശമാണ്. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്നു, ദൈവം എനിക്ക് വേണ്ടി നിൽക്കുന്നു, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടി കരുതുന്നു, ആൻഡ് സോ ഓൺ. എല്ലാം നല്ലതാണ്. പക്ഷേ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആ ക്വാളിറ്റിയിൽ, ആ സ്റ്റാൻഡേർഡിൽ നിൽക്കണമെന്നുള്ളത് എത്രയോ അത്യാവശ്യമായ കാര്യമാണ്. ആ സ്റ്റാൻഡേർഡ് നിൽക്കണം. കറുത്ത വസ്ത്രമിട്ട് കൽക്കരി ഖനിയിൽ 2 ആഴ്ച ജോലി ചെയ്താലും ആ കൽക്കരിയുടെ കറുപ്പ് അറിയത്തില്ല. കറുത്ത വസ്ത്രമിട്ട് 2 ആഴ്ച കൽക്കരി ഖനിയിൽ സ്തോത്രം ജോലി ചെയ്താലും പറയും, സാരമല്ല, അഴുക്കായിട്ടില്ല, ഒരാഴ്ച കൂടെ ഇടാം. സ്തോത്രം. നിങ്ങൾ മിണ്ടുന്നില്ല. കൽക്കരി ഖനിയിലെ മൈലിലെ സ്തോത്രം കറുത്ത വസ്ത്രമിട്ട് ജോലി ചെയ്താൽ അഴുക്കറിയത്തില്ല, കാരണം കളർ കറുപ്പാണ്. പക്ഷെ വെള്ളയിട്ടിട്ട് ചാറ്റൽ മഴ നനഞ്ഞാൽ
വെള്ളയിട്ടിട്ട് ചാറ്റൽ മഴ നനഞ്ഞാൽ നാട്ടുകാർ പറയും, ഓഹോ പുറത്ത് മഴയുണ്ടായിരുന്നല്ലേ. അർത്ഥം ദൈവത്തിൻ്റെ നാമം നീ വഹിച്ചിട്ട് സ്തോത്രം, അതെ, അതിൻ്റെ ക്വാളിറ്റിയിൽ നീ ജീവിച്ചില്ലെങ്കിൽ സ്തോത്രം, അതെ, അത് ഒരിക്കലും ശരിയാകത്തില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? 3 റെഫറൻസ് ഞാൻ പറയാം. യെശയ്യാ 52:5, യെശയ്യാ 52:5, എസെക്കിയേൽ 36:22, എസെക്കിയേൽ 36:22, റോമർ 2:24, റോമർ 2:24. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് അടിസ്ഥാനമാണ്. ഇത് മിസ് ചെയ്താൽ ഈ ദൂത് മുഴുവൻ നിങ്ങൾക്ക് മിസ്സാകും. ഈ 3 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. സ്തോത്രം, അതെ, ഈ ജനത്തിൻ്റെ നിമിത്തം എൻ്റെ നാമം ഇടാതെ എല്ലായ്പ്പോഴും ദൂഷിക്കപ്പെടുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ, എത്ര പേർ ആമേൻ പറഞ്ഞോ? ദൈവത്തിൻ്റെ നാമത്തിൻ്റെ യോഗ്യത അനുസരിച്ച്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നീയും ഞാനും ജീവിച്ചില്ല എങ്കിൽ ജാതികളുടെ നടുവിൽ ദൈവത്തിൻ്റെ നാമം ദൂഷിക്കപ്പെടുന്നു. കമോൺ, ജാതികളുടെ നടുവിൽ ഈ പുസ്തകത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം ദൂഷിക്കപ്പെടുന്നു. ഓ സ്തോത്രം. അതുകൊണ്ട് ഈ പുസ്തകത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ചർച്ചിൻ്റെ ബയല അനുസരിച്ചല്ല, പകരം സ്തോത്രം വേദ പുസ്തകത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നീ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. നിന്റെ ലൈഫിലൂടെ, നിന്റെ ശുശ്രൂഷയിലൂടെ ദൈവനാമം ദൂഷിക്കപ്പെടുകയല്ല ചെയ്യേണ്ടത്, ദൈവനാമം മഹത്വപ്പെടണം. ആരും എന്നെ തുറിച്ചു നോക്കി. കമോൺ, ഹല്ലേലൂയ. നിന്നിലൂടെ ദൈവനാമം ദൂഷിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, നിന്നിലൂടെ ദൈവനാമം മഹത്വപ്പെടണം. കേട്ടവർ ആമേൻ പറഞ്ഞേ. ഇല്ലെങ്കിൽ നിന്നിലൂടെ യേശു കർത്താവ് തിരുവനന്തപുരത്ത് ക്രൂശിക്കപ്പെടുകയാണ്. നിന്നിലൂടെ യേശു കർത്താവ് തിരുവനന്തപുരത്ത് ക്രൂശിക്കപ്പെടുകയല്ല ചെയ്യേണ്ടത്. ഓൾറെഡി യെരുശലേമിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിക്കപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നാട്ടുകാർ ആ യേശു ഉയർത്തെഴുന്നേറ്റു, അവൻ ജീവിക്കുന്നു എന്നറിയുന്നത് നിന്നിലൂടെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നവനായിട്ടല്ല, അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ തിന്നാലും കുടിച്ചാലും, 1 കൊരിന്ത്യർ ലേഖനം 10:31, നിങ്ങൾ തിന്നാലും കുടിച്ചാലും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവൻ. ഒരിക്കൽ കൂടെ, നിങ്ങൾ തിന്നാലും കുടിച്ചാലും പറഞ്ഞാട്ടെ, എന്താണ്? ദൈവത്തിൻ്റെ നാമത്തിൻ്റെ, ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവൻ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അല്ലാതെ പണ്ടാരാണ്ട് അതെ ഫലിത രൂപത്തിൽ പറഞ്ഞതുപോലെ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ. കാട്ടിക്കൂട്ടി, എല്ലാം കാട്ടിക്കൂട്ടിയിട്ട് അവസാനം യേശുവിൻ്റെ നാമത്തിൽ തന്നെ എന്ന് പറയുന്നതല്ല സ്തോത്രം, അതെ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹം, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ അഭിലാഷങ്ങൾ അവസാനം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നോ 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 നോ. നിൻ്റെ സ്തോത്രം സുഖത്തിനും നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല നീ ജീവിക്കേണ്ടത്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നീ ജീവിക്കേണ്ടത്. സ്തോത്രം. ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ യേശു എന്താ പറഞ്ഞത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പ്രയോറിറ്റി നോക്കിയേ, പ്രയോറിറ്റി. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ആഹാരത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, അത് പിന്നെയാണ്. ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണേ, അത് പിന്നെയാണ്. വിടുതൽ പിന്നെയാണ്. പ്രൊവിഷൻ പിന്നെയാണ്. ദൈവിക കരുതൽ പിന്നെയാണ്. പക്ഷേ ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കണം. ഓ, നിങ്ങൾ കേട്ടില്ല, ഞാൻ പോവാ. ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എനിക്ക് ആഹാരമല്ല, എനിക്ക് വിടുതലല്ല, വേറെ ഒരു കാര്യമല്ല. ഏത് വിധേനെ എന്തോ നടന്നാലും അങ്ങയുടെ നാമം എന്നിൽ മഹത്വം എടുക്കണമേ. ഹല്ലേലൂയ. ജയിച്ചാലും ശരി, തോറ്റാലും ശരി, പൈസ ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ആഹാരം ഉണ്ടെങ്കിലും ശരി, പട്ടിണി കിടന്നാലും ശരി, ഉയർന്നാലും ശരി, താണാലും ശരി, ഞാൻ എനിക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടത്, നീ നിനക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടത്. തിന്നാലും കുടിച്ചാലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിച്ചാട്ടെ. കമോൺ, ഇന്ന് പകൽക്കാലം നിന്റെ സെൽഫിഷ് മോട്ടയിൽ നിന്ന്, നിന്റെ സ്വാർത്ഥതയിൽ നിന്ന് പുറത്തു വന്ന്, നിന്റെ സ്വാർത്ഥതയിൽ നിന്ന്, ഓ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം, നിങ്ങളുടെ സ്വാർത്ഥതയിൽ നിന്ന് പുറത്തു വന്നിട്ട് പകരം ദൈവകൃപയാൽ പറഞ്ഞാട്ടെ, കർത്താവേ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയിലൂടെ അങ്ങയുടെ നാമം മഹത്വം എടുക്കണമേ. എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ അങ്ങയുടെ നാമം മഹത്വം എടുക്കണമേ. എൻ്റെ ജീവിതത്തിലൂടെ അങ്ങയുടെ നാമം മഹത്വം എടുക്കണമേ. എൻ്റെ വീട്ടിൽ നടക്കുന്ന വലുതും ചെറുതുമായ സകല കാര്യാദികളിലൂടെ അതേ അങ്ങയുടെ നാമം മഹത്വം എടുക്കണമേ. എൻ്റെ ഗ്ലാമറിനല്ല, എൻ്റെ പബ്ലിസിറ്റിക്കല്ല, ഞാൻ ഏതോ ഉന്നതനെന്ന് തെളിയിപ്പാനല്ല, പകരം അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കേൾക്കുന്നവർ 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അതെ, അങ്ങയുടെ നാമം മഹത്വം എടുക്കണമേ. വായ്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തിൻ്റെ നാമമാണ് ദൈവത്തിൻ്റെ സ്വഭാവം.
ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ നാമമാണ് ദൈവത്തിൻ്റെ സ്വഭാവം. കഴിഞ്ഞ ദിവസം എനിക്ക് സ്തോത്രം, അത് ഏലൂര് ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് യേശുദാസൻ എന്നാണ്. ഒരു APC പാസ്റ്ററാണ് യേശുദാസ്. സ്തോത്രം, അദ്ദേഹത്തിൻ്റെ പേര് പോലെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. പേര് യേശുദാസ് എന്നാണ്. നല്ല എക്സലൻറ്റ് ട്രാൻസ്ലേറ്ററാണ്. IPC ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ഒരു ബൈബിൾ സ്കൂൾ അധ്യാപകനാണ്. ആൻഡ് സോൺ. അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതമായിരിക്കുന്നു. പേരൻസ് ഒരുപക്ഷെ മസ്റ്റ് ബി വിശ്വാസികളായിരിക്കും. ഇവൻ ദൈവത്തിൻ്റെ ദാസനാകണമെന്ന് പറഞ്ഞായിരിക്കാം ആ പേരിട്ടത്. സ്തോത്രം, അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെ തൻ്റെ ജീവിതമായിരിക്കുന്നു. നീ ക്രിസ്ത്യാനിയെങ്കിൽ, നീ ദൈവദാസി എന്ന് പറയുന്നെങ്കിൽ, നീ ദൈവദാസൻ എന്ന് പറയുന്നെങ്കിൽ വടക്കം വെടിക്കല്ല ജീവിക്കേണ്ടത്. നിന്റെ പേര് പോലെ തന്നെ നിന്റെ സ്വഭാവം വെളിപ്പെടട്ടെ. നിന്റെ പേര് പോലെ നിന്റെ സ്വഭാവം വെളിപ്പെടട്ടെ. കാരണം സ്തോത്രം, തുടർന്ന് നിങ്ങൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പേര് എന്തായിരിക്കുന്നു, അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ചിലർ അറിയപ്പെടുന്നത് അവരുടെ സ്വഭാവത്തിലല്ല, അവരുടെ പ്രോബ്ലത്തിലാണ് ചിലർ അറിയപ്പെടുന്നത്. എന്നാൽ ദൈവം അറിയപ്പെടുന്നത് അവൻ്റെ പ്രോബ്ലത്തിലല്ല. നമ്മൾ ആരാധിക്കുന്ന ദൈവം പ്രോബ്ലംസിൻ്റെ ദൈവമല്ല, കുറവുകളുടെ ദൈവമല്ല. ഹി ഈസ് ദ പെർഫെക്റ്റ് ഗാഡ്. ഓ കം ഓൺ, ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന ദൈവം കുറവുകളുടെ ദൈവമല്ല, അവൻ പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് ദൈവം അറിയപ്പെടുന്നത് അവൻ്റെ പ്രോബ്ലത്തിലല്ല. ചിലർ അറിയപ്പെടുന്നത് അവരുടെ പ്രശ്നത്തിലാണ് അറിയപ്പെടുന്നത്. പിറവിയിലെ കുരുടൻ, അവൻ്റെ പേരെന്താണ്? യോഹന്നാൻ 9 പിറവിയിലെ കുരുടൻ, അവൻ്റെ പേരെന്താണ്? അറിയത്തില്ല. 2000 വർഷമായി ചർച്ച വിളിക്കുന്നത് പിറവിയിലെ കുരുടൻ, അവൻ്റെ പേരറിയില്ല. പ്രശ്നത്തിലാണ് അവൻ അറിയപ്പെടുന്നത്. 12 വർഷം രക്തസ്രവമുള്ള സ്ത്രീ, അവളുടെ പേരെന്താണ്? അറിയത്തില്ല. അവളുടെ പ്രശ്നത്തിലാണ് അറിയപ്പെടുന്നത്. ബെത്സ കുളക്കരയിൽ 38 വർഷം കിടന്നവൻ, അവൻ്റെ പേര് എന്താണ്? അറിയത്തില്ല. അവൻ്റെ പ്രശ്നത്തിലാണ് അറിയപ്പെടുന്നത്. വേദപുസ്തകത്തിൽ പലർ ഫേമസ് ആയിരിക്കുന്നത് അവരുടെ പ്രോബ്ലത്തിലാണ്. നീ ഫേമസ് ആകേണ്ടത് നിന്റെ പ്രോബ്ലത്തിലല്ല. ഹല്ലേലൂയ. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയിൽ നീ ഫേമസ് ആകട്ടെ. കമൺ ശുശ്രൂഷകരെ ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ അഭിഷേകം നിന്റെ ഐഡന്റിറ്റി ആകട്ടെ. നിന്റെ ശുശ്രൂഷ നിന്റെ ഐഡന്റിറ്റി ആകട്ടെ. നിന്റെ പ്രശ്നത്തിലല്ല നീ ഫേമസ് ആകേണ്ടത്. നിന്റെ അനോയിന്റിംഗ്, നിന്റെ അഭിഷേകത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ സ്വഭാവത്തിൽ നീ ഫേമസ് ആകട്ടെ. കാരണം തിരുവചനത്തിൽ ഞാൻ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ 12 പ്രധാന നാമങ്ങളുണ്ട്, അല്ലെങ്കിൽ അടിസ്ഥാന നാമങ്ങൾ. എഴുതിയെടുക്ക്, 12 അടിസ്ഥാന നാമങ്ങളുണ്ട് ദൈവത്തിന്. ആ 12 അടിസ്ഥാന നാമങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവമാകുന്നു. ആ 12 നാമങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവം ആകുന്നു. വൈ 12? എന്തുകൊണ്ടാണ് 12? ഈ പുൽപ്പറ്റിൽ നിന്ന് 7 പോലെ 9 പോലെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടത് 12 എന്ന സംഖ്യയാണ്. സ്തോത്രം. 12 ഗോത്രപിതാക്കന്മാരെ പഴയ നിയമത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പുതിയ നിയമത്തിൽ 12 അപ്പോസ്തലന്മാരെ ദൈവം തിരഞ്ഞെടുത്തു. പുതിയ നിയമത്തിൻ്റെ മണവാളന് വേണ്ടി ഇറങ്ങി വരുന്ന പുതിയ നിയമ യെരുശലേമിന് 12 വാതിലുകളാണുള്ളത്. 12 അപ്പോസ്തലന്മാരുടെ പേരുകളാണ് അവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. സ്തോത്രം. യെരുശലേമിന് ചുറ്റുമുള്ള മതിലിന് 12 വാതിലുകളാണുള്ളത്. അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ 12നെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഇതുപോലെ ദൈവത്തിന് അടിസ്ഥാനപരമായി 12 നാമങ്ങളാണ് ഉള്ളത്. നൂറുകണക്കിന് നാമങ്ങൾ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ. പഴയ നിയമം എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ്. പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. വിശദ വിവരങ്ങൾക്ക് ഡോക്ടർ ജയരാജിനോട് ചോദിച്ചാട്ടെ. സ്തോത്രം. പഴയ നിയമം എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിൽ, പുതിയ നിയമം എഴുതിയിരിക്കുന്നത് അദ്ദേഹം പറയും കോമൺ ഗ്രീക്കിലാണ്. കാരണം അവസാനം വന്ന 11 വന്നവനും ഈ ദൂത് കേൾക്കണം, അവനെ മനസ്സിലാക്കണം. അതുകൊണ്ട് കോമൺ ഗ്രീക്കിലാണ് സ്തോത്രം അത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് 12 ഗ്രീക്ക് പദങ്ങളാണ് നിങ്ങൾക്കറിയാവുന്നുള്ളത്, നിങ്ങൾ കേട്ടിട്ടുള്ളത്. പലരുടെയും നോട്ട് എഴുതിയിരിക്കുന്നത്, പലർ വർഷങ്ങളായി നോട്ട് എഴുതി തട്ടിൻപുറത്ത് സൂക്ഷിക്കുന്നത് അത് തന്നെയാണ് സ്തോത്രം ഒരു പുതിയ വേർഷനിൽ ദൈവകൃപയാൽ ഇന്ന് പകൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. 12 അടിസ്ഥാന നാമങ്ങൾ. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണോ അതാണ് ദൈവത്തിൻ്റെ നാമം. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണോ അതാണ് ദൈവത്തിൻ്റെ നാമം. അതുകൊണ്ട് നിന്റെ സ്വഭാവത്തിൽ വെള്ളം ചേർക്കരുത്. നിന്റെ സ്വഭാവം പെന്തിക്കോസ്ത് സ്വഭാവമാകല്ല. നിന്റെ സ്വഭാവം വക്രതയുടെ തിരുവനന്തപുരം സ്വഭാവമാകല്ല. നിന്റെ സ്വഭാവം കർത്താവ് യേശുവിൻ്റെ സ്വഭാവമാകട്ടെ. ഫിലിപ്പിയർ 2:6 മുതൽ 8 വരെ അറിയുന്നു ക്രിസ്തു യേശുവിൻ്റെ ഭാവം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ ഒരിക്കൽ കൂടെ. ക്രിസ്തു യേശുവിൻ്റെ ഭാവം. കേട്ടില്ല? ഒരിക്കൽ കൂടെ.
ക്രിസ്തു യേശുവിൻ്റെ ഭാവം, അർത്ഥം യേശുവിൻ്റെ നേച്ചർ, യേശുവിൻ്റെ സ്വഭാവം നിന്നിൽ വെളിപ്പെടുവാൻ ദൈവത്തിൻ്റെ 12 നാമങ്ങൾ ഓടിച്ച് നമുക്ക് കേൾക്കാം. നമ്പർ 1, സ്തോത്രം. എബ്രായ ബൈബിളിൽ നിങ്ങൾ വായിക്കുമ്പോൾ ആദിയിൽ എലോഹീം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ആദിയിൽ എലോഹീം, സ്തോത്രം. ഉൽപ്പത്തി 1:1 നിങ്ങൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി 1:1 വായിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എബ്രായ ബൈബിൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി 1:1 ദൈവത്തിൻ്റെ 1ാമത്തെ പേര് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് എലോഹീം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ ശക്തിയോടെ, എലോഹീം. അർത്ഥം ദൈവം സൃഷ്ടിക്കുന്നവനാണ്. കുട്ടി, നിന്റെ ലൈഫിൽ ഇല്ലാത്തതിനെ ദൈവം സൃഷ്ടിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നാൽ അങ്കിളെ അതില്ല, ബ്രദറെ അതില്ല, അയ്യോ ഞങ്ങൾക്കിതില്ല, എന്തെങ്കിലും നിനക്ക് പാഴായി കിടക്കുന്നെങ്കിൽ, എന്തെങ്കിലും ശൂന്യമായി കിടക്കുന്നെങ്കിൽ, ഓ സകലത്തിൻ്റെ തൻ്റെ നിറവിനാൽ നിറയ്ക്കുന്ന അപ്പൻ ഇന്ന് പകൽക്കാലം പറയുന്നു, മക്കളെ, ഈ ഓഗസ്റ്റ് മാസം 2ാമത്തെ ആഴ്ചകൾ നിനക്കും നിന്റെ സന്താനങ്ങൾക്കും ഇല്ല എന്ന് പറയുന്ന ഇല്ലായ്മയും വല്ലായ്മയിലും അല്ല ഞാൻ നിന്നെ മുന്നിലേക്ക് നയിക്കാൻ പോകുന്നത്. എൻ്റെ അപ്പൻ എനിക്ക് തന്നു എന്ന് പറയുവാൻ ദൈവം ഇല്ലാത്തത് നിന്റെ ലൈഫിൽ സൃഷ്ടിക്കുന്നവനാണ്. ഇല്ലാത്ത വേക്കൻസി ദൈവത്തിന് നിനക്ക് സൃഷ്ടിപ്പാൻ കഴിയും. ഇല്ലാത്ത കാര്യാദികൾ, സ്തോത്രം, ദൈവത്തിന് നിന്റെ ലൈഫിൽ തരുവാൻ കഴിയും. നോക്കി ആ പാട്ടൊന്ന് പറഞ്ഞാട്ടെ, പാടാൻ നേരമില്ലല്ലോ. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം, ഒരിക്കൽ കൂടെ, ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ച് തിരുവനന്തപുരത്ത് ജീവിപ്പാൻ ഇല്ലാത്തത്, ഓ ലോർഡ്, ഇല്ലാത്തത് നിന്റെ ലൈഫിൽ സൃഷ്ടിച്ച് നൽകാൻ എലോഹീം ഇന്ന് ജീവിക്കുന്നവനാണ്. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. ദാനിയേൽ വന്നിട്ടുണ്ടെങ്കിൽ, യോസെഫ് വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയും, ഞങ്ങൾ ഇരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ, ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രി കസേര കാണിച്ചിട്ട് യോസെഫ് പറയും, ഇങ്ങനെ ഒരു സീറ്റ് നേരത്തെ ഉണ്ടായിരുന്നില്ല. ദാനിയേൽ പറയും, നെബൂഖദ്നേസറിൻ്റെ രാജധാനിയിലെ ഗവർണർ എന്ന ഈ പദവി ഉണ്ടല്ലോ, നേരത്തെ ഒരുത്തൻ ഇരുന്നിട്ടില്ല. ആരോ ഇരുന്നിട്ട് പോയ പൊടി പിടിച്ച സീറ്റിലല്ല ദൈവം ഞങ്ങളെ ഇരുത്തിയത്. കമോൺ, ആരോടാ ഞാൻ പ്രവചിക്കുന്നത്? ടെക്നോ പാർക്കിലായിരിക്കാം, സ്റ്റേറ്റ് ഗവൺമെൻറ് തസ്തികയിലായിരിക്കാം, സെൻട്രൽ ഗവൺമെൻറ്റിലായിരിക്കാം. എൻ്റെ പിള്ളേരെ ഏറ്റെടുക്കണം. ഇന്ന് പകൽക്കാലം ഒരുവനും ഇരുന്നിട്ടില്ലാത്തടത്ത് നിന്നെ കയറ്റി ദൈവം ഇരുത്തേണ്ട ദിവസങ്ങളാണിത്. ആരും ഇരുന്നിട്ടില്ലാത്ത സ്ഥാനങ്ങൾ, ആരും ഓ കമോൺ ടേക്ക് ഇറ്റ്. നാഷണലി ഇന്റർനാഷണലി ആരും ഇരുന്നിട്ടില്ലാത്ത സ്ഥാനങ്ങൾ തുറക്കപ്പെടട്ടെ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. MNC ഓപ്പൺ, മൾട്ടിനാഷണൽ കമ്പനികൾ തുറക്കപ്പെടട്ടെ. ദൈവസഭയിൽ ശുശ്രൂഷയിൽ ആരും ഇരുന്നിട്ടില്ലാത്ത സ്ഥാനങ്ങളിൽ ഹല്ലേലൂയ ദൈവജനം കയറട്ടെ. ആരും ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ബിസിനസ്സുകൾ, ആർക്കുമില്ലാത്ത നന്മകൾ ഒരുക്കപ്പെടട്ടെ. എലോഹീം ചലിക്കുന്നു. കാരണം നീ നിൽക്കുന്നത്, മാതാവേ പിതാവേ, നീ നിൽക്കുന്നത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനാണെങ്കിൽ ദൈവത്തിന്റെ നീതി നിന്റെ കുഞ്ഞുങ്ങളെ മേൽ വെളിപ്പെടുന്നു. എലോഹീം, സൃഷ്ടാവാം ദൈവം, അവൻ സൃഷ്ടിക്കുന്നവനാണ്. ഇല്ലായ്മയിൽ നിന്ന് സകലത്തിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം അവർ നിനക്കായി സൃഷ്ടിക്കുന്നു. കേട്ടിരിക്കുന്നവർ ആമേൻ പറഞ്ഞേ. പ്രാർത്ഥിക്കുന്ന കരയുന്ന ദൈവത്തിൻ്റെ ജനങ്ങൾക്ക് നിന്റെ കുട്ടികൾ സ്തോത്രം തകർന്ന് കിടക്കുന്നത് നീ കുനിഞ്ഞു നോക്കത്തില്ല. ആരും ഇരുന്നിട്ടില്ലാത്ത പദവിയിൽ ഇരിക്കുന്നത് തല ഉയർത്തി നോക്കുവാൻ, ആരും ഇരുന്നിട്ടില്ലാത്ത പദവിയിൽ അവർ ഇരിക്കുന്നത് കാണുവാൻ തല ഉയർത്തി നോക്കുവാൻ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കായി ചലിക്കുന്നു. എലോഹീം അവൻ സൃഷ്ടിക്കുന്നവനാണ്. നമ്പർ 2, രണ്ടാമതായി അഡോനായ് എന്ന് പറഞ്ഞാൽ യജമാനൻ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, യജമാനൻ. ചിലരൊക്കെ ഉറങ്ങി വരുന്നുണ്ട്, അവരെ തട്ടി എണീപ്പിച്ച് ഒന്ന് പറഞ്ഞാട്ടെ, എനിക്കൊരു യജമാനുണ്ട്. പറഞ്ഞാട്ടെ, എനിക്കൊരു യജമാൻ. പാറമക്കളെ, ഓ ഹല്ലേലൂയ, എനിക്കൊരു യജമാനുണ്ട്. നിന്നെ ആർക്കും തട്ടി കളിക്കാൻ പറ്റത്തില്ലെന്ന്. നിന്നെ ആർക്കും തട്ടി കളിക്കാൻ പറ്റത്തില്ല. ഒരു ഈച്ചയ്ക്കും പൂച്ചയ്ക്കും കൊതുകിനും നിന്റെ മേൽ വന്നിരിക്കാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ, ഒരു ഈച്ചയ്ക്കും പൂച്ചയ്ക്കും കൊതുകിനും നിന്നെ കുത്തി വേദനിപ്പാൻ കഴിയത്തില്ല. നിന്നെ ബാക്കപ്പ് ചെയ്യുന്ന ഒരുവനുണ്ട്. യെസ് ഹല്ലേലൂയ. കാരണം നിനക്കൊരു യജമാനനുണ്ട്.
നിനക്കൊരു യജമാനൻ കൊണ്ട്. ഉൽപ്പത്തി 18:3, ഉൽപ്പത്തി 18:3. സ്തോത്രം. അബ്രഹാമിന്റെ മമ്രയുടെ തോപ്പിൽ ഇതാ 3 പുരുഷന്മാർ വന്നിരിക്കുകയാണ്. അബ്രഹാം ഹീസ് ദ മാൻ ഓഫ് ഡിസൺമെന്റ്. അവനൊരു സ്തോത്രം വിവേചനത്തിന്റെ മനുഷ്യനായിരുന്നു. അവനറിയാം സ്തോത്രം ഈ വന്നിരിക്കുന്ന ദൂതൻ മേലത്തെ ദൂതനാണോ താഴത്തെ ദൂതനാണോ. ഓ കമാൻ, നിങ്ങൾ കേട്ടില്ല. ഈ വന്നിരിക്കുന്ന ദൂതൻ മേലത്തെ ദൂതനായതുകൊണ്ടാണ് അബ്രഹാം സ്തോത്രം വാതിൽ തുറന്നു കൊടുത്തത്. കമാൻ, വേദപുസ്തകം കൊണ്ട് നടക്കുന്ന എല്ലാവരെയും വിളിച്ച് വീട്ടിൽ കേട്ടല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതോ ഒരു ആൻറ്റി ഞെട്ടി എന്ന് എനിക്കറിയാം. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. അബ്രഹാമിന് മനസ്സിലായി ഈ വന്നിരിക്കുന്ന 3 ദൂതന്മാർ സ്തോത്രം താഴത്തെ ദൂതന്മാരല്ല, മേലത്തെ ദൂതന്മാരാണ്. ഇവൻ വന്നിരിക്കുന്നത് മാസപ്പടി വാങ്ങാനല്ല വന്നത്. സ്തോത്രം. ശമ്പള ഡേറ്റ് നോക്കി മാസപ്പടി വാങ്ങുന്ന അതേ പ്രാർത്ഥന തൊഴിലാളി ആയിട്ടല്ല ഈ 3 ദൂതന്മാർ വന്നത്. അവർ വന്നിട്ട് ഈ പ്രകാരം പറഞ്ഞു, അടുത്ത വർഷം ഈ നേരമാകുമ്പോൾ നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, രണ്ടുപേരെ തൊട്ട് പറ. അതിൻ്റെ പേരാണ് ഹൗസ് വിസിറ്റ്. പറഞ്ഞാട്ടെ, പറ മൂത്ത് നോക്കി പറ. അതിൻ്റെ പേരാണ് ഹൗസ് വിസിറ്റ്. സ്തോത്രം. അതെ, രമേശ് കേട്ടോ, അതിൻ്റെ പേരാണ് ഹൗസ് വിസിറ്റ്. ഇല്ലെങ്കിൽ ദൈവദാസനെ അടങ്ങി ഒതുങ്ങി മുട്ടുമേൽ നിന്റെ റൂമിൽ നിന്ന് പ്രാർത്ഥിക്ക്. പക്ഷെ ഒരു വീട്ടിൽ നീ കാല് ചവിട്ടുന്നെങ്കിൽ അവിടെ ഉറവ തുറക്കപ്പെടണം, അവിടെ കെട്ടുകൾ പൊളിയപ്പെടണം, അവിടെ ശാപം ഉടയപ്പെടണം, അവിടെ അന്ധകാരം തകർക്കപ്പെടണം. കാരണം വിളിച്ചിട്ടല്ല ദൈവദാസൻ ഒരു വീട്ടിൽ പോകുന്നത്. ഒരു ദൈവദാസൻ അയച്ചിട്ടാണ് ആ വീട്ടിൽ പോകുന്നത്. ആ ദൈവദാസൻ ആ വീട്ടിൽ ദൈവത്താൽ അയക്കപ്പെട്ടവനായി കാല് ചവിട്ടിയാൽ അവിടെ മരുഭൂമി മലർവാടിയാകും. യജമാനരെ ദയവായി വന്നാട്ടെ. അഡോണായി. അബ്രഹാം വിളിച്ചത് അഡോണായി. നിനക്കൊരു യജമാനൊരു കുട്ടി. ആരുമില്ല. അയ്യോ എനിക്കൊന്നുമില്ല. നോവേ, കള്ളം പച്ചക്കള്ളം. നിനക്കൊരു യജമാനുണ്ട്. സ്തോത്രം. നാട്ടുകാർ കഴുത. നല്ലൊരു ഞായറാഴ്ചയായിട്ട് ഇയാൾ ഇങ്ങനെയാണോ വിളിക്കുന്നത് എന്ന് നിങ്ങൾ തോന്നല്ല. ആരെങ്കിലും നിങ്ങൾ നോക്കി കഴുത എന്ന് പറയുന്നെങ്കിൽ സ്തോത്രം. അത് പറഞ്ഞാട്ടെ, ഞാനൊരു കഴുതിയാ, പക്ഷെ ഒരു അഡോണ എൻ്റെ മേലുണ്ട്. ഹോ, ഞാനൊരു കഴുതിയ, എനിക്കൊരു അടവനായുണ്ട്. എൻ്റെ ഇന്നലെ കണ്ടവൻ, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവൻ, നാളെ എന്നെ അതിശയവും ശ്രേഷ്ഠവുമായി നടത്തുവാൻ കഴിവുള്ളവൻ എനിക്കുണ്ട്. അവൻ്റെ പേര് അഡോണായി. ഇങ്ങനെ മാസങ്ങൾ പറഞ്ഞു നിൽക്കാലോ. 3-ാമതായി തിരുവചനം പറയുന്നു എൽ എലിയോൻ, അർത്ഥം അത്യുന്നതൻ. ദൈവത്തിൻ്റെ 3-ാമത്തെ പേരാണ് എൽ എലിയോൻ. പറഞ്ഞാട്ടെ, ബ്യൂട്ടിഫുൾ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, എൽ എലിയോൻ. ശബ്ദം ഉയർത്തി പറഞ്ഞേ. ആരാ അല്ല് പറഞ്ഞത്? അല്ല് പറയല്ലേ, എല്ലാ പറയണ്ടേ. ഈ എൽ. ഹല്ലേലൂയ. എല്ലാ അല്ല് കാണുമ്പോൾ ഉടനെ വഴി മാറിപ്പോണം. അത് നമുക്കുള്ളതല്ല. എല്ലാണ് ഭരണകക്ഷി. അപ്പൊ മറ്റത് പ്രതിപക്ഷം എന്ന് മനസ്സിലായല്ലോ. എൽ എലിയോൻ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായി, ഹിയർ കംസ് മൽക്കിഷെദെക്ക്. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ പറഞ്ഞേ. എന്താണ്? എന്തോ ആവേശത്തോടെ പറയട്ടെ. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ എൽ എലിയോൻ, അത്യുന്നതൻ. എഴുതി കിടക്ക്. എൽ എലിയോൻ, അവൻ അത്യുന്നതൻ. സ്തോത്രം. അത്യുന്നതൻ. കുട്ടി, നീ ആരെന്നറിയോ? സ്തോത്രം. നീ ആരെന്നറിയോ? നീ അത്യുന്നതനായ ദൈവത്തിന്റെ കുഞ്ഞ. നീ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന, ദൈവത്തിന്റെ ദാസിയ. പല സമയത്ത് ദൈവമക്കൾ നേരെ തിരിച്ചാ പറയുന്നത്. സാക്ഷി പറയാൻ വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നാൽ, അയ്യോ ഒന്നുമല്ലാത്ത എനിക്ക്, യോനെ പോലെ നറുക്ക് എനിക്കാണ് വീണിരിക്കുന്നത്. ഞാൻ പുഴുവാണ്, ഞാൻ പൊടിയാണ്, ഞാൻ ഏതുമല്ലാത്തതാണ്, ഞാൻ കൃമിയാണ്. കണ്ടപ്പോഴേ തോന്നി. സ്തോത്രം. ഞാൻ പുഴുവാണ്, പൊടിയാണ്, കൃമിയാണ്, ഏതുമല്ലാത്തവനാണ്. സ്റ്റോപ്പ് ഇറ്റ്. ആദ്യമായിട്ട് വന്ന കൊച്ചിത്രയും പേടിച്ചെങ്കിൽ പിശാച് എത്ര ഭയങ്കരമായിട്ട് പേടിച്ചു കാണുക. ഹല്ലേലൂയ. എല്ലാ ഹാർട്ടിന്റെ ബ്ലോക്ക് ഇതോടെ ഒഴിഞ്ഞു പോയി.
നല്ല ഞായറാഴ്ച. തല ഉയർത്തി പറയണം, ഞാൻ ദൈവ പൈതല. ഈ പുസ്തക കവറിനകത്ത് ഇട്ടല്ല കൊണ്ട് കിടക്കണ്ടേ, ഇതിനെ മാറോട് ചേർത്ത് വെച്ചിട്ട് പറയണം, ഞാൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്റെ കുട്ടിയാ, ഞാൻ അത്യുന്നതനായ ദൈവത്തിന്റെ അംബാസഡറാ. എന്നെ ആരോ ഓട്ടിട്ടല്ല ഇതിനകത്ത് കയറ്റിയത്, എന്നെ ദൈവം നട്ടതാ. ദൈവം നട്ടതിനെ പറിക്കുവാൻ ഭൂതത്തിന് കഴിയത്തില്ല. ഹല്ലേലൂയ. അത്യുന്നതനാണ് ദൈവം. തിരുവനന്തപുരം സ്തോത്രം നിയമസഭയിൽ ഉന്നതന്മാരുണ്ടായിരിക്കും, ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നതന്മാരുണ്ടായിരിക്കും. പക്ഷേ ധൈര്യമായിരിക്കും, മരിക്കാത്തവനായി, മറയാത്തവനായി, വയസ്സാകാത്തവനായി, മുടി നരക്കാത്തവനായി, വാദം വരാത്തവനായി, കുഴിയിലോട്ട് ഇറങ്ങാത്തവനായി അത്യുന്നതനായ ഒരുവൻ സ്വർഗത്തിൽ നിനക്കായി ജീവിക്കുന്ന ഉന്നതന്മാർക്ക് മീതേ, ഒരിക്കൽ കൂടെ, ഉന്നതന്മാർക്ക് മീതേ, ഉന്നതന്മാർക്ക് നീരേ അത്യുന്നതൻ നിനക്കായി ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ കടന്നു വരുമ്പോൾ ഉന്നതന്മാർക്ക് മീതെ അത്യുന്നതനായ ദൈവം നിനക്കായി ജീവിക്കുന്നു. അവൻ ക്യാൻസറിനേക്കാൾ വലിയവനാണ്, അവൻ ആക്സിഡന്റിനേക്കാൾ വലിയവനാണ്, അവൻ കൂടോർത്തനത്തെക്കാൾ വലിയവനാണ്, അവൻ ഏത് അന്യാരാധന ശക്തികളെക്കാൾ വലിയവനാണ്, അവൻ ഏത് ഗൂഢാലോചനയേക്കാൾ വലിയവനാണ്. അവൻ ജയിലുകളെ പൊളിക്കുന്നവനാണ്, ഇല്ലാത്ത വഴിയെ ഹൈവേ, അതേ ഇല്ലാത്ത വഴിയെ കടലിന് മുകളിൽ അവൻ സ്തോത്രം ഒരുക്കുന്നവനാണ്. അവൻ കാറ്റിൽ കാടയെ കൊണ്ടുവരുന്നവനാണ്, അവന്റെ മന്നയെ പൊടിക്കുന്നവനാണ്, ഒറ്റ രാത്രി കൊണ്ട് 30 ലക്ഷത്തെ പുറത്തെടുത്തവനാണ്. അവൻ ഉന്നതനല്ല, പകരം അവൻ അത്യുന്നതൻ. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കും. സഭാപ്രസംഗി 5-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, ഉന്നതന്മാർക്ക് മീതെ അത്യുന്നതൻ നിനക്കായി ജാഗരിച്ചിരിക്കുന്നു. കണത പിടിക്കേണ്ട വാക്യമാണ്. സ്തോത്രം. ഉന്നതന് മീതെ ഒരു ഉന്നതനം, അവർക്ക് മീതെ അത്യുന്നതനം ജാഗരിക്കുന്നു. ഒരിക്കൽ കൂടെ, ഉന്നതന് മീതെ ഒരു ഉന്നതനം, അവർക്ക് മീതെ സ്വർഗത്തിൽ അത്യുന്നതനം നിനക്കായി ജാഗരിക്കുന്ന. ഹല്ലേലൂയ. അവൻ അബ്രഹാമിനേക്കാൾ വലിയവൻ, അവൻ മോശയേക്കാൾ വലിയവൻ. എന്ന പുസ്തകം പറയുന്നു, അവൻ ദേവാലയത്തെക്കാൾ വലിയവൻ, അവൻ ശലോമോനേക്കാൾ വലിയവൻ, യെസ്, അവൻ യോനേക്കാൾ വലിയവൻ. ഓ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ബോയ്സ് ആൻഡ് ഗേൾസ്, ഇന്ന് പകൽ അവൻ ഇവിടെ നടന്നിട്ടിരിക്കുകയാണ്. ഓ ഗ്ലോറി. ഇന്ന് പകൽക്കാലം അത്യുന്നതനായ കർത്താവ് നിന്റെ അരികിൽ നിന്നുകൊണ്ടിരിക്കുന്നു. അവൻ നിന്നെ തൊടുന്നു, അവൻ നിന്നെ വിടുവിക്കുന്നു, അവൻ നിന്നെ സൗഖ്യമാക്കുന്നു. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി അവന്റെ മഹത്വം കൊടുത്തേ. Hallelujah. Why are you asking my name? എൻ്റെ പേര് എന്തുകൊണ്ട് നീ ചോദിക്കുന്നു? എൻ്റെ പേര് അതിശയമായത്. അതിശയ നാമം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്തോ നാമമാണ്? അതിശയ നാമം. നമ്പർ 4, 4-ാമത്തെ നാമം എൽ ഷഡായ്. എൽ ഷഡായ് മലയാള ബൈബിളിൽ അത്യുന്നതൻ, മലയാള ബൈബിളിൽ സർവശക്തൻ എന്ന് എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ സർവശക്തനായ ദൈവം. സ്തോത്രം. ജീസൻ പറഞ്ഞപ്പോൾ എൽ ഷഡായ് എന്ന പദം സ്തോത്രം എപ്പോഴും പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. സ്തോത്രം. അതെ, സർവശക്തനായ ദൈവം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ചില ട്രാൻസ്ലേഷനിൽ പറഞ്ഞാൽ there is full supply in Christ Jesus. യേശു കർത്താവിൽ. എൽ ഷഡായ് എന്ന് പറഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ള സകല സപ്ലൈ കർത്താവിലുണ്ട്. നിനക്കാവശ്യമുള്ള എല്ലാം കർത്താവിലുണ്ട്. നിന്റെ അപ്പനിൽ കാണത്തില്ല, നിന്റെ വീട്ടിൽ കാണത്തില്ല, നിന്റെ പ്രോപ്പർട്ടി തികയാത്തതായിരിക്കാം, നിന്റെ ശമ്പളം തികയാത്തതായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക, സ്വർഗത്തിലെ ദൈവത്തിന് അവിടെ ഫുൾ സപ്ലൈ ഉണ്ട്. അതാണ് സർവശക്തനായ ദൈവം. എൽ ഷഡായ് എന്ന പദം കുറച്ചുകൂടെ അടുത്ത് നിന്ന് പഠിച്ചാൽ, കേട്ടാട്ടെ, എൽ ഷഡായ് എന്ന പദം സ്തോത്രം കുറച്ചുകൂടെ അടുത്ത് നിന്ന് കേട്ടാൽ, മുലയൂട്ടുന്ന ഒരു അമ്മയെപ്പോലെ ഹൃദയമുള്ളവൻ. അവൻ ഒരു വശത്ത് ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒരു വശത്ത് അവന് ചിലത് കഴിയും, അവന് ചിലത് കഴിയുമെന്നല്ല, ഐ എം സോറി, അവനെല്ലാം കഴിയും. അവനെല്ലാം കഴിയും. ഒരിക്കൽ കൂടെ, അവനെല്ലാം കഴിയും. അവന് ദൂതന്മാരുടെ സഹായം വേണ്ട, അവനാരും താങ്ങി പ്രാർത്ഥിക്കണ്ട. ലാസ്റ്റിനെ എണിപ്പിക്കാൻ വേണ്ടി നിന്നപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ നോക്കി, ഇതല്പം കഠിനമാണ്, നിങ്ങൾ നന്നായിട്ട് ഒരുമനപ്പെട്ടങ്ങ് കൈ കോർത്ത് നിന്ന് നല്ല ജിൽ 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 എന്ന് പറഞ്ഞാലേ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നല്ല കർത്താവ് പറഞ്ഞത്. ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും, ആരും വിശ്വസിച്ചില്ലെങ്കിലും, ആരും താങ്ങിയില്ലെങ്കിലും, ആരും കൂടെ ഇല്ലെങ്കിലും,
കർത്താവ് പറയും, എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തന് വിട്ടുകൊടുക്കത്തില്ല. ഞാൻ ഏകനായി, കമോൺ പീപ്പിൾ, ഞാൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് കർത്താവ് ഒരു വശത്ത് സ്തോത്രം സർവശക്തനാണ്. സർവശക്തൻ തലക്കനത്തോടെ അല്ല ഇരിക്കുന്നത്. സർവശക്തൻ തലക്കനത്തോടെ അല്ല ഇരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്തോത്രം ഒരു കൺവെൻഷന് വേണ്ടി, പ്രോബ്ലി ഒരു 25-30 ഇയേഴ്സ് ഒരു കുട്ടി കൺവെൻഷന് വേണ്ടി പോയപ്പോൾ പണ്ട് കണ്ടിട്ടുള്ള ഒരു ദൈവദാസൻ, പണ്ട് കണ്ടിട്ടുണ്ട്. സ്തോത്രം കാണുമ്പോഴേക്ക് ഭയങ്കര സ്നേഹം, നട്ടിൽ വളയുന്നതായതുകൊണ്ട് ഇങ്ങനെ വന്ന് വളഞ്ഞ് സ്തോത്രം പ്രൈസ് ലോട്ട് എന്ന് പറയാറുണ്ട്. നിങ്ങളെല്ലാവരും നട്ടിലെങ്ങനെ വളയണം എന്നല്ല ഞാൻ പറഞ്ഞത്. കൂനിയായ സ്ത്രീയെ വിടുവിച്ചവനാണ് കർത്താവ്, അതല്ല ഞാൻ. അപ്പോൾ വളരെ സ്നേഹത്തോടെ അത് ഇടപെടുമായിരുന്നു. പക്ഷേ അന്ന് പോയപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലുള്ള സ്റ്റാച്യു, സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റാച്യു, യെസ് സ്തോത്രം, ആര് നിൽക്കുന്നതെന്ന് മോഹൻ ബ്രദറിനോട് ചോദിച്ചാട്ടെ. സ്റ്റാച്യു പോലെ പുള്ളി ഇങ്ങനെ നിൽക്കുക, പുള്ളി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ പ്രൈസിലോട് കൊടുത്തു. ഒരു 3 വിരൽ കിട്ടി, 2 വിരൽ കിട്ടിയില്ല. അപ്പോൾ ഈ ഗ്രിപ്പ് കുറവായപ്പോഴേ എനിക്ക് മനസ്സിലായി സംതിങ് റോങ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടിമുടി ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ സെൻട്രൽ പാസ്റ്റർ ആയത് അറിഞ്ഞില്ല അല്ലേ എന്ന് പറഞ്ഞാൽ 15 പള്ളിക്ക് ഞാൻ അങ്ങ് അധ്യക്ഷനായപ്പോൾ എൻ്റെ തല അങ്ങ് വലുതായിപ്പോയി. എൻ്റെ ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. അവൻ പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെയും CEO ആയ ഈ കാണുന്ന സകലത്തിൻ്റെ ഉടമസ്ഥനാ. പക്ഷേ എൻ്റെ ദൈവം തലക്കനത്തോടെ അല്ല ഇരിക്കുന്നത്. ഒരിക്കൽ കൂടെ, എൻ്റെ ദൈവം പെന്തിക്കോസിൻ്റെ തലക്കനത്തോടെ അല്ല ഇരിക്കുന്നത്. മുലയൂട്ടുന്ന അമ്മയെപ്പോലെ ആർദ്രതയുള്ളവനായിട്ടാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും നിന്റെ തലയിൽ കയറിയിരിക്കുന്നെങ്കിൽ ബൈബിൾ പറയുന്നു, സ്തോത്രം, അതേ മൂപ്പന്മാർ കിരീടങ്ങൾ, ഓ കമാൻ ഹല്ലേലൂയ, 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, നമുക്കിത് ചെയ്യണം. ഒന്ന് പറഞ്ഞാട്ടെ, മൂപ്പന്മാർ കിരീടങ്ങളെ താഴെയിട്ട് അവൻ ദൈവത്തെ ആരാധിച്ചു. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. സോ എൽ ഷഡായ്, അവൻ സർവശക്തനായ ദൈവമാണ്. മറുവശത്ത് അമ്മ, മുല കൂട്ടുന്നതായ അമ്മ ഒരു കരയുന്ന കുഞ്ഞിന് പാല് കൊടുക്കുന്നത് പോലെ ആർദ്രതയുള്ള, ഒരിക്കൽ കൂടെ ആർദ്രതയുള്ള, ഞാൻ അമ്മമാരെ നോക്കി പറയുക, ആർദ്രതയുള്ളതായ ഒരു ഹൃദയത്തോടെയാണ് ദൈവമായിരിക്കുന്നത്. മെഡിക്കൽ സയൻസ് ഇങ്ങനെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം, ഈ അടുത്ത കാലത്ത് മെഡിക്കൽ സയൻസ് പ്രൂവ് ചെയ്തു. സ്തോത്രം, ഒരു മുലയൂട്ടുന്നതായ അമ്മയുടെ ചെവിയിൽ കരയുന്ന ഒരു കുഞ്ഞിൻ്റെ ശബ്ദം വീണാൽ, മുലയൂട്ടുന്ന ഒരമ്മയുടെ ചെവിയിൽ ആ മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ ശബ്ദം വീണാൽ അവളുടെ സ്ഥലങ്ങളിൽ പാല് ഊറുമത്രേ. അർത്ഥം, നിന്റെ കരച്ചിൻ്റെ ശബ്ദം, നിന്റെ കരച്ചിൻ്റെ ശബ്ദം അപ്പച്ചൻ്റെ ചെവിയിൽ വീണാൽ കുറച്ച് സപ്ലൈ അല്ല, ഫുൾ സപ്ലൈ. എൽ ഷഡായ്, ഫുൾ സപ്ലൈ, ഫുൾ സപ്ലൈക്കായി സ്വർഗങ്ങൾ തുറക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ ഈ ആഴ്ചകളിൽ എനിക്ക് കാണണം ഒരു ഫുൾ സപ്ലൈക്കായി ദൈവം തൻ്റെ ജനത്തെ നിറയ്ക്കുമാറാകട്ടെ. കരങ്ങളെ ചലിപ്പിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എൽ ഷഡായ്, there is full supply in him. വീണ്ടും വേദപുസ്തകം പറയുന്നു, യഹോവ ടൈറ്റിലുള്ളതായ ചില നാമങ്ങൾ കേട്ടാട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 14-ാം വാക്യം. ഉൽപ്പത്തി 22-14 വായിക്കുമ്പോൾ യഹോവ ഈരെ. എത്ര പേർ കേട്ടിട്ടുണ്ട് യഹോവ ഈരെ? യഹോവ ഈരെ, ഓ എല്ലാവരും കേട്ടിട്ടുണ്ട്. യഹോവ ഈരെ, come on. ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, come on. സൗഖ്യദായകൻ തൻ ആടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മാ, കൂടെയിരിക്കൂ നൽകുമേ ആവശ്യങ്ങൾ. യഹോവ ശമ്മാ, കൂടെയിരിക്കൂ നൽകുമേ ആവശ്യ. കരങ്ങളെ ഉയർത്തി നീ യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം മതി, യേശു മാത്രം
എനിക്ക്. ഉൽപ്പത്തി 22:14 ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിനെ നോക്കി ദൈവമായ കർത്താവ് പറഞ്ഞു, ഹേ അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനാകുന്ന ഇസ്ഹാക്കിനെ മോര്യാമലയിൽ കൊണ്ടുപോയി അവനെ ഹോമയാഗം കഴിക്കാം. 100 കണക്കിന് പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സ്തോത്രം. നിന്റെ ചുറ്റും ധാരാളം മലയുണ്ടായിരിക്കാം. സ്തോത്രം. അത് അബ്രഹാമേ, നീ പാർക്കുന്ന ദേശത്ത് ധാരാളം കുന്നുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഏതെങ്കിലും കുന്നിലല്ല നീ പോയി ആരാധന കഴിക്കേണ്ടത്. ഏതെങ്കിലും മലയിലല്ല നീ ആരാധന കഴിക്കേണ്ടത്. ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ആ മലയിലാണ് നീ ആരാധന കഴിക്കേണ്ടത്. ഓ, ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. ദൈവത്തിൻ്റെ ഹിതത്തിൽ നീ ഉറയ്ക്കുമ്പോൾ, ദൈവഹിതത്തിൽ നീ നിൽക്കുമ്പോഴാണ് നിനക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നത്, നിനക്ക് പ്രൊവിഷൻ ഉണ്ടാകുന്നത്. യെസ്, ഹല്ലേലൂയ. 3 ദിവസം അബ്രഹാം നടന്നു. കംഫർട്ടബിൾ അല്ല. 3 ദിവസം അബ്രഹാം സഞ്ചരിച്ചു. കേക്ക്, 3 ദിവസം അബ്രഹാം സഞ്ചരിച്ചിട്ടാണ് ആ മല കണ്ടത്. കുഞ്ഞേ, നിന്റെ സൗകര്യമല്ല നീ നോക്കേണ്ടത്, നിന്റെ കംഫർട്ട് അല്ല നീ നോക്കേണ്ടത്. ആർ യു ഇൻ ദ വിൽ ഓഫ് ഗാഡ്? പോയി ആർ യു ഇൻ ദ വിൽ ഓഫ് ഗാഡ്? എനിക്ക് ലോകത്തെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ, ഏതൊക്കെയോ പട്ടണങ്ങളിൽ പോയി ഉറയ്ക്കാമായിരുന്നു. പക്ഷേ ഇന്ന് പകൽക്കാലം ഈ ബൈബിൾ എടുത്ത് എനിക്ക് ചേർത്ത് പിടിച്ച് പ്രവർത്തനം കഴിക്കും. ടുഡേ ഐ ആം ഇൻ ദ വിൽ ഓഫ് ഗാഡ്. ഇന്ന് ഞാൻ ദൈവഹിതത്തിലാണ്. ഗതശമന വിൽ ഓഫ് ഗാഡാണ്, ഗോൽഗോത്ത വിൽ ഓഫ് ഗാഡാണ്, യോബ് വിൽ ഓഫ് ഗാഡിലാണ്. ഓ, ഇന്ന് പകൽക്കാലം നീ ദൈവഹിതത്തിൽ നിൽക്കുന്നെങ്കിൽ നിനക്കൊരു ഉയർപ്പുണ്ടായിരിക്കും. നഷ്ടപ്പെട്ടത്, സ്തോത്രം, നഷ്ടപ്പെട്ടത് ഇരട്ടിയായി ദൈവം നിനക്ക് തിരികെ നൽകുക. കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് അവൻ കടന്നുപോയെങ്കിൽ ഇന്ന് പകൽക്കാലം വ്യക്തിയായി, കുടുംബമായി തീരുമാനിച്ചാട്ടെ, എന്തു വന്നാലും ഞാൻ നിൽക്കുന്നത് ദൈവഹിതത്തിലായിരിക്കട്ടെ. എന്ത് വന്നാലും ഞാൻ നിൽക്കുന്നത് ദൈവഹിതത്തിലാണ്. നിങ്ങൾക്കറിയാം, ഉയർത്തിയ കത്തിക്കും ചെറുക്കൻ്റെ കഴുത്തിന് മധ്യത്തിൽ അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ടു. യഹോവ ഈ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞ് യഹോവ ഇരേ എന്നവൻ പേരിട്ടു. എല്ലാം തീർന്നെന്ന് പറയുമ്പോൾ, എല്ലാം ചാരമാകുമെന്ന് പറയുമ്പോൾ, എല്ലാം അവസാനിച്ചു എന്ന് കരുതുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ നിനക്കായി വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഒരിക്കൽ കൂടെ എല്ലാം അവസാനിച്ചെന്ന് പറയുമ്പോൾ ദൈവം ആരംഭമാക്കി തീർക്കുവാൻ പോകുന്നു. ആരെങ്കിലും കരങ്ങളടിച്ച് ആരാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എല്ലാം അവസാനിച്ചെന്ന് തോന്നുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, നോ, ഇതൊരു ആരംഭമാണ്. കാരണം ദൈവം അവൻ കരുതുന്നവനാണ്. യഹോവ ഈരേ. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ, അവൻ നിങ്ങൾക്കായി, യേശു നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലോ യേശുവിൻ്റെ മേലിട്ടാട്ടെ. ഇരു കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. 6-ാമതായി തിരുവചനം പറയുന്നു, സ്തോത്രം. അതെ, യഹോവ റാഫ. വൈ ആർ യു ആസ്കിങ് മൈ നെയിം? നീ എൻ്റെ നാമം ചോദിക്കുന്നത് എന്ത്? എൻ്റെ നാമം അതിശയമുള്ളത്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം, എക്സഡസ് 15:26. പുറപ്പാട് 15:26. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, ദൈവം നിന്നെ സൗഖ്യമാക്കുന്നവനാണ്. ദൈവം നിന്നെ സൗഖ്യമാക്കുന്നവനാണ്. ദൈവം നിന്നെ സൗഖ്യമാക്കുന്നവനാണ്. എഴുതി കഴിഞ്ഞെങ്കിൽ എൻ്റെ ഉണ്ടക്കണ്ണിലേക്ക് തുറച്ചു നോക്കിയാട്ടെ. സ്തോത്രം. ദൈവം നിന്നെ സൗഖ്യമാക്കുന്നവനാണ്. അപ്പുറത്തെ നിംസും ഇപ്പുറത്തെ കിംസും നിനക്കുള്ളതല്ല. ആർക്കെങ്കിലും പേഴ്സ് ഉണ്ടെങ്കിൽ ആ പേഴ്സും ബാഗും ഒക്കെ തൊട്ട് പറ, ഒരൊറ്റ ഹോസ്പിറ്റലിൽ, സ്തോത്രം, നിന്റെ 5 പൈസ പോകത്തില്ല. മെഡിക്കൽ ഇൻഷുറൻസിലല്ല നീ ആശ്രയിക്കേണ്ടത്, യേശുവിൻ്റെ അടിപ്പിണരല്ലാത്രേ നീ ആശ്രയിക്കുന്നത്. അവൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം, രോഗം വരാതെ ദൈവത്തിന് നോക്കാൻ പറ്റുമോ? നിശ്ചയമായി. കാരണം തിരുവചനം പറയുന്നു, നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും. നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും. മിസ്രൈമ്യർക്ക് വന്ന വ്യാധി നിനക്ക് വരികയില്ല. അർത്ഥം, നിന്റെ മുൻപിൽ മട്ടനും കുട്ടനും ചിക്കനും ഒക്കെ വന്നിരിക്കുമ്പോൾ ആക്രാന്തത്തോടെ ചാടി വീഴല്ല. കമോൺ, ഉറങ്ങിയിരുന്ന ആരാണ്ട് ഇപ്പോഴാണ് ഞെട്ടിയത്, എൻ്റെ കാര്യം എങ്ങനെയാണ് ഇയാൾ അറിഞ്ഞതെന്ന്. സ്തോത്രം. നിന്റെ മുൻപിൽ അതേ ആഹാരം ഇങ്ങനെ കുന്നുകൂടുമ്പോൾ, ഹേ മഹാപർവ്വതമേ, നീ ആർ, ഇപ്പം തന്നെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ആക്രാന്തത്തോടെ ചാടി വീഴല്ല. ദൂതിതാണ്, കീതാണ്. സ്തോത്രം. ആ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കണം. കർത്താവ് എൻ്റെ തിന്മ മുഴുവൻ മാറ്റിയാട്ടെ.
എൻ്റെ ആവശ്യമില്ലാത്ത ഫാറ്റെല്ലാം മാറ്റിയാട്ടെ, എൻ്റെ കൊളസ്ട്രോൾ എല്ലാം ഇറങ്ങിപ്പോകട്ടെ. ഇതെനിക്കൊരു സെക്കൻഡ് മെഡിസിൻ ആകട്ടെ. ഇതെനിക്കൊരു മെഡിസിൻ പോലെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് തന്നാട്ടെ. എങ്ങനെയാണെങ്കിൽ അങ്ങേതല്ലേ തോമസിനും ഇങ്ങേതല്ലേ ചാക്കോച്ചനും വന്നത് ഒരിക്കലും നിന്റെ മേൽ വരികയില്ല. Come on, in the name of Jesus. യേശുവിൻ്റെ നാമത്തിൽ അവസാന ശ്വാസം വരെ രോഗക്കിടക്കയിൽ വീഴാതെ ദൈവത്തിൻ്റെ കൃപയിൽ നിന്നെയും നിന്റെ കുഞ്ഞുകുട്ടികളെയും ദൈവം പരിപാലിക്കും. മക്കളെ, ശബ്ദമുയർത്തി ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. 105 സങ്കീർത്തനം 37 വാക്യം. സ്തോത്രം. ഞാൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു, അവരിൽ ഒരുവൻ പോലും ബലഹീനനായി തീർന്നില്ല. There was none feeble among them. അന്ന് അവരിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ബലഹീനത വന്നില്ലെങ്കിൽ നിനക്കും ബലഹീനതയില്ല. നിനക്കും ആ ബലഹീനത വേണ്ട. ആ ക്യാൻസർ നിനക്കുള്ളതല്ല. ഓ ആമേൻ പറഞ്ഞേ. ആ ഡയബറ്റിക് നിനക്കുള്ളതല്ല. കമോൺ, ആരുടെയും മെഡിക്കൽ റിപ്പോർട്ടിനെ കർത്താവ് നോർമലാക്കുകയാണ്. യെസ്, ആരുടെയും മെഡിക്കൽ റിപ്പോർട്ടിനെ കർത്താവ് നോർമലാക്കിയാണ്. ഈ ദൂത് പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഗോഡ്സ് വേർഡ് നെവർ റിട്ടേൺ വോയിഡ്. ദൈവത്തിന്റെ വചനം വൃഥയായി മടങ്ങി വരികയില്ല. ദൈവത്തിന്റെ വചനം വൃഥമായി മടങ്ങി വരികയില്ല. അത് അയച്ച കാര്യത്തെ അവൻ നിവർത്തിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതേ, അവൻ്റെ ആടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കാരണം ദൈവം നിന്നെ സൗഖ്യമാക്കുന്നവനാണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ മാത്രമല്ല. സ്തോത്രം. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാലും, ഒരു ഗ്ലാസ് പച്ച വെള്ളം കുടിക്കുമ്പോൾ കർത്താവെ ശുദ്ധീകരിച്ച് തരണമേ, അനുഗ്രഹമാക്കി തരണമേ. 2-3 പേരെ തൊട്ട് 3 പേരെ തോളിൽ നന്നായിട്ട് കുലുക്കി പറ, പ്രാർത്ഥിക്കാതെ കഴിക്കല്ലേ കുടിക്കല്ലേ. പെട്ടെന്ന് പറഞ്ഞേ, പറ. പ്രാർത്ഥിക്കാതെ കഴിക്കല്ലേ കുടിക്കല്ലേ. പ്രാർത്ഥിക്കാതെ കഴിക്കല്ലേ കുടിക്കല്ലേ. പ്രാർത്ഥിക്കാതെ കഴിക്കല്ലേ കുടിക്കല്ലേ. ഏത് ചായക്കടയിൽ പോയാലും, ഏത് ഹോട്ടലിൽ പോയാലും നാട്ടുകാരെ കാണട്ടെ. നാട്ടുകാരെ കാണട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഫിലദൽഫിയ എന്ന പട്ടണത്തിൽ ഇതുപോലെ ഒരു ഞായറാഴ്ച സഭായോഗത്തിന് ഗംഭീരമായി പ്രസംഗിച്ചിട്ട് 10,000 പേർ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വലിയൊരു റെസ്റ്റോറൻറ്റിൽ പാസ്റ്റർ ജോർജ് മാത്യു, അദ്ദേഹം സ്തോത്രം, പാസ്റ്റർ ജോർജ് മാത്യു പീസിനാക്കിൻ്റെ കൺവീനറായിരുന്നു അദ്ദേഹം. സ്തോത്രം. അദ്ദേഹം ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുപോയി. 3000 പേർ സീറ്റിംഗ് കപ്പാസിറ്റി. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ആ ഹാളിലേക്ക് കടന്നുപോയി സ്തോത്രം ആഹാരം ഓർഡർ ചെയ്ത് ഇരിക്കുമ്പോൾ ചുറ്റും നോക്കുമ്പോൾ 300 പേർ ബൈബിളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ചർച്ചിൽ പോയിട്ട് ആൾക്കാർ വരുന്നത്. അമേരിക്ക. സ്തോത്രം. യെസ്, ഹല്ലേലൂയ. 300 പേർ ബൈബിളെ കൊണ്ടുവന്നത്. ഞാൻ ചുറ്റും നോക്കുമ്പോൾ ആ ടേബിളിൽ പ്രാർത്ഥിച്ചിട്ടാണ് അവർ കഴിച്ചത്. മറ്റേ ടേബിളിൽ പ്രാർത്ഥിച്ചിട്ടാണ് കഴിക്കുന്നത്. ആ ടേബിളിൽ പ്രാർത്ഥിച്ചിട്ടാണ് കഴിക്കുന്നത്. സ്തോത്രം. എനിക്ക് തോന്നി ഒരു ചർച്ചിൻ്റെ ഫെലോഷിപ്പ് ഹാള് പോലെ. ട്രിവാൻഡ്രം സിറ്റിയിൽ അത് നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് കഴിക്കട്ടെ. ഹല്ലേലൂയ. ഇനി നിന്നെ അവരെ കിക്ക് ഔട്ട് ആകുന്നെങ്കിൽ അവൻ്റെ കട പൂട്ടിപ്പോട്ടെ. ഓ കം ഓൺ. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഇൻ ജീസസ് നെയിം. ദൈവം നിന്നെ സൗഖ്യമാക്കുന്നവനാണ്. ഹല്ലേലൂയ. വലത് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, യേശു എൻ്റെ സൗഖ്യദായകൻ. നമ്പർ 7. വൈ ആർ യു ആസ്കിങ് മൈ നെയിം? നീ എൻ്റെ പേര് ചോദിക്കുന്നത് എന്ത്? എൻ്റെ പേര് അതിശയമുള്ളത്. അതിശയമായ ആ നാമമാണ് യഹോവ നീസി. അതിശയമായ നാമമാണ് യഹോവ നീസി. പുറപ്പാട് പുസ്തകം 17 അധ്യായം 14 വാക്യം. 4000 വർഷങ്ങൾക്ക് മുമ്പ് അമാലേക്കൻ സ്തോത്രം ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. നോക്കേ, അമാലേക്കൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. അമാലേക്കനെ കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. അമാലേക്കനെ കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. സ്തോത്രം. അമാലേക്കൻ 2 പേരേ ഉള്ളൂ. സ്തോത്രം. അതെ, അനുഭവിച്ചിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കും. യെസ്, ഹല്ലേലൂയ. പിന്നിൽ നിന്ന് ആക്രമിക്കുന്നവനാണ് അമാലേക്കൻ. ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറയുകയും പിന്നിൽ നിന്ന് ആക്രമിക്കുകയും ചെയ്യുന്നവനാണ് അമാലേക്കൻ. കൂടെ നിന്നിട്ട് കുതികാൽ വെട്ടുന്നവൻ്റെ പേരാണ് അമാലേക്കൻ. എൻ്റെ ദൈവത്തിനത് അറപ്പാകുന്നു, വെറുപ്പാകുന്നു. അതുകൊണ്ട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ആകാശത്തിന് കീഴിൽ നിന്ന് അവൻ്റെ നാമത്തെ ഞാൻ മായ്ച്ചു കളയാം. അമാലേക്കൻ സ്തോത്രം പിന്നിൽ നിന്ന് ആക്രമിച്ചപ്പോൾ മോശീത പർവ്വതത്തിൽ കയറി. കൂടെ കയറാൻ 2 പേരുണ്ടായിരുന്നു. ഒന്ന് അഹരോൻ, മറ്റൊന്ന് ഹൂര്. കരങ്ങളെ താങ്ങാൻ അഹരോനുണ്ട്, ഹൂരുണ്ട്. താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ യോശുവയുണ്ട്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച് കേൾക്കണമേ. നിന്റെ കൂടെ ദൈവം നിനക്ക് അഹരോന്മാരെ തരും. നിനക്ക് അത്യാവശ്യമുള്ള ഹൂരുമാരുമായി ദൈവം നിന്നെ കണക്ട് ചെയ്യും. നിന്റെ യോശുവയെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കല്ല,
നിന്റെ അഹരോൻ ഉണ്ടായിരിക്കും, നിന്റെ ഹൂരുണ്ടായിരിക്കും, നിനക്ക് വേണ്ടി പടവെട്ടുന്ന യോശുവുണ്ടായിരിക്കും. ഞാൻ പ്രവചിച്ചു പറയട്ടെ, ഈ ദൂത് സ്തോത്രം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആത്മാവിൽ വ്യക്തമായി കണ്ടു, നിനക്ക് വേണ്ടി ഒരു ജയത്തിന്റെ കൊടിയെ, യഹോവ നീസി എന്ന കൊടിയെ ദൈവം ഉയർത്തുകയും ചെയ്യാം. കരങ്ങളെ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. കറുത്ത കൊടിയല്ല, അതേ അല്ല, കരിങ്കൊടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ കൊടിയിലേക്ക് നീ സൂക്ഷിച്ചു നോക്കിയാൽ യഹോവ നിസി എന്ന സ്തോത്രം ജയത്തിന്റെ കൊടിയായി നിനക്ക് കാണാൻ കഴിയും. 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, നിങ്ങൾ തോറ്റുപോകുകയില്ല. പെട്ടെന്ന് പറഞ്ഞേ, നിങ്ങൾ തോറ്റുപോകുകയില്ല. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം എന്നും എപ്പോഴും ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. സൈന്യങ്ങളെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് തള്ളാനല്ല ഇരിക്കേണ്ടത്, ആത്മാവിൽ കത്തി ഒന്ന് ആരാധിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യെസ് 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 യെസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തു യേശുവിൻ നാമത്തിൽ, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എല്ലാറ്റിനും നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എല്ലാം ഇപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു, അഹരോന്മാർ കടന്നു വരട്ടെ. ഓ, നിങ്ങൾ കേട്ടില്ല? അഹരോന്മാർ കടന്നു വരട്ടെ. ഹൂരുമാർ എഴുന്നേൽക്കട്ടെ. ഈ പട്ടണത്തിന്റെ അഹരോന്മാർ കടന്നു വരട്ടെ. ഹൂരുമാർ എഴുന്നേൽക്കട്ടെ. യോശുവമാർ പടവെട്ടട്ടെ. അഹരോനെ കടന്നു വരിക, ഹൂരെ കണക്ട് ചെയ്യുക, യോശുവേ അധ്വാനിക്ക. ജയത്തിന്റെ കൊടി, ജയത്തിന്റെ കൊടി, ഓ യഹോവ നിസി, ജയത്തിന്റെ കൊടി ഉയരുന്നു, ജയത്തിന്റെ കൊടി ഉയരുന്നു. ഇൻ ജീസസ് നെയിം. അടുത്തിരിക്കുന്നവർ ഹൈ ഫൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ജയിപ്പാനായി ജീവിക്കുന്നു. പറ, ജയിപ്പാനായി ജീവിക്കുന്നു. Why are you asking my name? My name is wonderful. നിങ്ങൾക്കുള്ള അഹരോൻ കടന്നു വരികയാണ്, നിനക്കുള്ള ഹൂര് കടന്നു വരികയാണ്. അർത്ഥം, ഏതോ വാതിൽ അവരിലൂടെ ദൈവം തുറക്കും, ഏതോ പാലം അവരിലൂടെ പണിയപ്പെടും, ഏതോ നന്മ അവരിലൂടെ നിന്റെ തലമുറയ്ക്ക്. ഈ ആഴ്ചയിൽ ചില ഡിവൈൻ കണക്ഷൻ, ഡിവൈൻ ഡെസ്റ്റിനിക്കായി. ഓ ലോർഡ്, നന്ദി യേശുവേ. നിങ്ങൾ ഒരു നിമിഷം ശബ്ദം ഉയർത്തി ആരാധിക്കും. It's raining today. The voice of my Father, He is saying, whosoever come and drink of the water, His promise to pour His Spirit up your sons and your daughters. If you are thirsty, look up the sky, it's beginning to rain. Abhi, it's beginning to rain. The voice of my Father is saying, whosoever will come, drink of my water. His promise to pour His Spirit to your sons and your daughters. If you are thirsty, look up the sky, it's beginning to rain. If you are thirsty, look up the sky. If you are thirsty, look up the sky. Come on. It's you are thirsty, look up the sky. It's beginning to rain. Come on, Christ, and sing. It's beginning to rain. The voice of my Father, whosoever will come drink of my water. His promise to pour His Spirit on your sons and your daughters. If you are thirsty, look up the sky,
It's beginning to rain. One more time. It's beginning to rain. Here also my Father. He's saying, whosoever will come and drink of my water. He's promised to pour His Spirit on your sons and your daughters. If you are lost, then look up the sky. It's beginning to rain. Why are you asking my name? My name is wonderful. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, യഹോവ റോഹി, ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കണമേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. സ്തോത്രം. അതേ തിരുവചനം പറയുന്നു യഹോവ റോഹി, അർത്ഥം സ്തോത്രം, യഹോവ എൻ്റെ ഇടയൻ ആകുന്നു. ദൈവം എൻ്റെ ഇടയൻ എന്ന് പറയുന്നവരെ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഇടയൻ്റെ പിന്നാലെ നീ പോകുമ്പോൾ, എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല, പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇടയൻ്റെ പിന്നാലെ നീ പോകുമ്പോൾ, ഇടയൻ്റെ പിന്നാലെ നീ പോകുമ്പോൾ നിനക്ക് ആവശ്യമുള്ളത് ഒരു പട്ടിയെപ്പോലെ, അനുസരണയുള്ള ഒരു പട്ടി ഒരു യജമാനൻ്റെ പിന്നാലെ നടന്നു വരുന്നത് പോലെ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടര. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടര. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിലായിരുന്നെങ്കിൽ ഞാൻ എല്ലാവരെയും കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുമായിരുന്നു. സ്തോത്രം. ഇവിടെ അത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. എൻ്റെ പിന്നാലെ ഏതാണ്ട് സ്തോത്രം വരുന്നുണ്ട്. ഞാൻ നന്മയെ തേടത്തില്ല, ഞാൻ കരുണയെ തേടത്തില്ല, ഞാൻ പണത്തെ തേടത്തില്ല. എനിക്ക് ഒറ്റ അജണ്ടയുള്ളൂ. എൻ്റെ മാസ്റ്ററിൻ്റെ പിന്നാലെ, എൻ്റെ ഇടയൻ്റെ പിന്നാലെ ഞാൻ കടന്നു പോകുന്നു. ഞാൻ ഇടയൻ്റെ പിന്നാലെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു ലാക്കും നിനക്ക് വരത്തില്ല. നടക്കേണ്ട സമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കും. ഓ കമാൺ. നടക്കേണ്ടതെല്ലാം നടക്കേണ്ട സമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. യഹോവ ഷാലോം. സ്തോത്രം. യഹോവ ഷാലോം എന്ന് എവിടെ എഴുതിയിരിക്കുന്നു? ന്യായാധിപന്റെ പാഠപുസ്തകം 6-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ. ന്യായാധിപന്റെ പാഠപുസ്തകം 6:23. സ്തോത്രം. ഗിദിയോന്റെ കാര്യത്തിൽ വേദപുസ്തകം പറയുന്നു, യഹോവ അവനോട്, നിനക്ക് സമാധാനം, നീ ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല. 24-ാം വാക്യം. സ്തോത്രം. ഗിദിയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് അതിന് യഹോവ ഷാലോം എന്ന് പേരിട്ടു. അർത്ഥം ദൈവം നിന്റെ സമാധാനം. നിന്നെ വിറപ്പിക്കുന്ന, നിന്നെ കരയിപ്പിക്കുന്ന, നിന്റെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന, സ്തോത്രം, മിക്സിയിലിട്ട് അത് സ്തോത്രം ആ മിക്സറിനെ അല്ലെങ്കിൽ ആ കറിയെ ഇങ്ങനെ കൊടയുന്നത് പോലെ നിന്നെ തകർക്കാൻ വരുന്ന ഒത്തിരി പ്രശ്നം ഉണ്ടായിരിക്കാം, 100 കണക്കിന് പ്രശ്നം ഉണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ നടുവിൽ നിനക്കൊരു പീസുണ്ട്, നിനക്കൊരു സമാധാനമുണ്ട്, നിനക്കൊരു സമാധാനമുണ്ട്. ഇറ്റ്സ് നോട്ട് എ നാച്ചുറൽ പീസ്, അത് സ്വർഗീയ സമാധാനം. സ്തോത്രം. ലോകത്തിന് ആ സമാധാനം എടുക്കാൻ കഴിയത്തില്ല, ലോകത്തിന് ആ സമാധാനം തടുക്കാൻ കഴിയത്തില്ല. കാരണം യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 14:27, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഫിലിപ്പിയർ 4:7 പറയുന്നു, സ്തോത്രം, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം, ദൈവിക സമാധാനം. യഹോവ തിസ്കനു, വൈ ആർ യു ആസ്കിംഗ് മൈ നെയിം? എൻ്റെ നാമം അതിശയമായത്. യഹോവ തിസ്കനു, അർത്ഥം സ്തോത്രം, ദൈവം നീതിയുള്ളവൻ. യിരെമ്യാ പ്രവചനം 23:6, യഹോവ നീതിയുള്ളവൻ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, യഹോവ നീതിയുള്ളവൻ. ഇല്ലെങ്കിൽ പറഞ്ഞാട്ടെ, സ്തോത്രം, ദൈവം എൻ്റെ സ്തോത്രം നീതിയാണ്, ദൈവം എൻ്റെ നീതിയാണ്. യിരെമ്യാ 23:6, സ്തോത്രം, ദൈവം നീതിയുള്ളവനാണ്, ദൈവം അനീതിയുള്ളവനല്ല. സ്തോത്രം, ദൈവം നമ്മുടെ നീതി. നോക്കിയേ, യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ദൈവമാണ് എൻ്റെ നീതി. പറഞ്ഞേ, ദൈവമാണ് എൻ്റെ നീതി. നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്തു, അവർ നിങ്ങൾക്ക് കരുണ കാണിച്ചില്ല. നിങ്ങൾ ആരൊക്കെയോ എന്തൊക്കെയോ വിതച്ചു, അവരിൽ നിന്ന് നിങ്ങൾക്ക് നന്മ കിട്ടിയില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ആർക്കൊക്കെയോ എന്തൊക്കെ ചെയ്തിട്ട് അവർ നീതി തന്നില്ലെങ്കിൽ, ആർക്കൊക്കെയോ എന്തൊക്കെ കൊടുത്തിട്ട് അവർ നിങ്ങൾക്ക് നന്മ ചെയ്തില്ലെങ്കിൽ, ദൈവം നിനക്ക് നീതി നൽകാൻ വേണ്ടി പോകുന്നു.
ദൈവം നിന്റെ നീതി നൽകാൻ വേണ്ടി പോകുന്നു. ദൈവമാണ് നിന്റെ നീതി. വേദപുസ്തകം പറയുന്നു, ലേവ്യ പുസ്തകം എബ്രാ ലേഖനം 7-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് നീതിയുടെ രാജാവ്. ഞാൻ നിർത്തി പെട്ടെന്ന് പോകട്ടെ. 11-ാമത്, വൈ ആർ യു ആസ്കിങ് മൈ നെയിം? എൻ്റെ നാമം അതിശയമുള്ളത്. യഹോവ മക്കദേശ്. യഹോവ മക്കദേശ് എന്ന് പറഞ്ഞാൽ എന്നെ ശുദ്ധീകരിക്കുന്ന ദൈവം, എന്നെ ശുദ്ധീകരിക്കുന്ന ദൈവം. ലേവ്യ പുസ്തകം 20-ാം അധ്യായം 20:7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നിന്നെ ശുദ്ധീകരിക്കുന്നവനാണ്. ഈ അശുദ്ധി കൊണ്ട് നിറയപ്പെട്ടതായ ലോകത്തിൽ ദൈവം നിന്നെ ശുദ്ധീകരിക്കുന്നവനാണ്. ആകയാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പിൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എബ്രായ ഭാഷയിൽ ഈ വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്നതിന് യഹോവ മക്കദേശ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അർത്ഥം ദൈവം നിന്നെ ശുദ്ധീകരിക്കുന്നവൻ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ദൈവം എന്നെ ശുദ്ധീകരിക്കുന്നവൻ, ദൈവം നിന്നെ ശുദ്ധീകരിക്കുന്നവൻ. ഒടുവിലായി യഹോവ ഷമ്മ. എല്ലാവർക്കും അറിയാം യഹോവ ഷമ്മ, കൂടെ ഇരിക്കും. സ്തോത്രം. വൈ ആർ യു ആസ്കിങ് മൈ നെയിം? നീ എൻ്റെ നാമം ചോദിക്കുന്നത് എന്ത്? എൻ്റെ നാമം അതിശയമുള്ളത്. എലോഹീം എന്ന നാമം, അഡോനായ്, എൽ എലിയോൻ, എൽ ഷഡായ്, യഹോവ ജീരേ, യഹോവ റാഫ, യഹോവ നിസ്സി, യഹോവ റോഹി, യഹോവ ഷാലോം. സ്തോത്രം. യഹോവ തിസ്കനു, യഹോവ മക്കദേശ്. സ്തോത്രം. അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഒടുവിലായി യഹോവ ഷമ്മ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്താണ് യഹോവ ഷമ്മ? എസെക്കിയേൽ 48:35 വായിക്കുമ്പോൾ സ്തോത്രം, അവിടെ യഹോവ ഷമ്മ എന്ന് പേരാകും. അർത്ഥം സ്തോത്രം, ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നവനാണ്. ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നവനാണ്. നോക്കേ, നിനക്കൊരിക്കലും ഒറ്റയ്ക്ക് ആകാൻ കഴിയത്തില്ല. നിനക്കൊരിക്കലും ലോൺലിനെസ് അനുഭവിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഓ കമാൺ, നിനക്കൊരിക്കലും ഒറ്റയ്ക്കാകാൻ കഴിയത്തില്ല. ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. റോഡറി ഗിൽബർട്ട് എന്ന പേരുള്ള ഒരു ദൈവത്തിൻ്റെ ദാസൻ വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ PM സാമുവലിൻ്റെ ഹാളിൽ കടന്നുപോയി PM സാമുവലിൻ്റെ ഡിസൈപ്പിൾഷിപ്പ് സ്തോത്രം ക്ലാസ് അറ്റൻഡ് ചെയ്യുവാൻ, അദ്ദേഹത്തിൻ്റെ കീഴിലിരുന്ന് കുറച്ച് സ്തോത്രം ദൈവകൃപ പ്രാപിപ്പാൻ, അല്ലെങ്കിൽ തൻ്റെ കൂടെ ഇരുന്ന് ശുശ്രൂഷ എന്തെന്ന് പഠിക്കാനായി റോഡറി ഗിൽബർട്ട് PM സാമുവലിൻ്റെ അടുക്കൽ റായ്പൂര് കടന്നുപോയി. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ബ്രദർ, ആ ഹാളിരുന്ന് ഞാനും പാസ്റ്റർ PM സാമുവലും പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോൾ സ്തോത്രം ലിറ്ററലി ഞങ്ങൾ കേട്ടു, ആരാണ്ട് ഞങ്ങൾക്ക് ചുറ്റും നടക്കുന്നു. കണ്ണ് തുറന്ന് ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കാൽപെരുമാറ്റം. പാസ്റ്റ് കണ്ണ് തുറന്ന് നോക്കി. PM സാമുവൽ ഭയങ്കര ചൂടനാണ് എന്നെ പോലെ. സ്തോത്രം. തീയുള്ളവന് ചൂട് കൂടുതലായിരിക്കും, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്തോത്രം. PM സാമുവൽ കണ്ണ് തുറന്ന് നോക്കി, കാരണം കാൽപെരുമാറ്റം കേൾക്കുന്ന. ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല, നീ ആരാധിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല. യഹോവ ഷമ്മ കൂടെയിരിക്കുക. നിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ പോലും നീ ഒറ്റയ്ക്കല്ല. കമോൺ, ഞാൻ പറയട്ടെ, നിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ പോലും നീ ഒറ്റയ്ക്കല്ല. ദൈവം നിൻ്റെ കൂടെ ഇരിക്കുക. ഞാനിത് പകൽക്കാലം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ബ്രദർ DGS ദിനകരൻ സ്തോത്രം 10 days മിനിസ്ട്രി, അതെ സ്തോത്രം ക്ലാസ് എടുത്ത്, അല്ലെങ്കിൽ പവർ മിനിസ്ട്രി തന്ന് അവസാനം അദ്ദേഹം ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ പ്രൊഫസി പറയാം. കണ്ണടച്ചായിരിക്കുന്നത്, വന്ന് മുട്ടുമടക്കുന്നവനാണോ പെണ്ണാണോ പ്രായമുള്ളവനാണോ പ്രായമില്ലാത്തവനാണോ എന്ന് അറിയത്തില്ല. അദ്ദേഹം കണ്ണടച്ചിരിക്കും. 8 മണിയായപ്പോൾ കണ്ണടച്ചതാണ്. സ്റ്റെല്ല ദിനകരൻ ആ കൈ എടുത്ത് മുന്നിൽ വന്ന് മുട്ടുമടക്കുന്നവിടെ മേൽ സ്റ്റെല്ല ദിനകരൻ കൈ എടുത്ത് വെക്കും. അദ്ദേഹം കണ്ണടച്ചിരിക്കും. ഇപ്പോൾ വന്നത് ആരാണ്? തലമുടി നരച്ചതാണോ നരയ്ക്കാത്തതാണോ സ്ത്രീയാണോ പുരുഷനാണോ ഒന്നും അറിയത്തില്ല. പുള്ളി അങ്ങ് പ്രവചിക്കും. 8 മണി മുതൽ പ്രവചിക്കും. അപ്പോൾ ഈ ഉള്ളവൻ പോയി മുട്ടുമടക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് തന്നങ്ങ് വിടുക. വിഷയം പോയിന്റ് യഹോവ ഷമ്മ. അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ കർത്താവ് പറഞ്ഞത് ഇതാണ്, നീ എവിടെ നിൽക്കുമോ ഞാൻ കൂടെ നിൽക്കും. നീ അധരം തുറക്കുമ്പോൾ ഞാൻ സംസാരിക്കും. നീ കൈവയ്ക്കുമ്പോൾ നിന്റെ കൈയല്ല എൻ്റെ കരം ഇറങ്ങി വരും. Come on, hallelujah.
ഇന്ന് പകൽ നിന്റെ ഹൃദയ കണ്ണു തുറക്കുന്നെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം ഇറങ്ങി നിൽക്കുന്നത് ദൈവകൃപയാൽ നിനക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എലോഹിം, അഡോനായ്, എൽ എലിയോൻ, എൽ ഷഡായ്, 12 നാമങ്ങളുള്ളവൻ ഈ മണ്ണിൽ ഇറങ്ങി വന്നപ്പോ അവന്റെ പേരിനെ ചീത്തയാക്കാൻ പിശാച് ശ്രമിച്ചു, പൊരുതി. ഈ വിണ്ണിൽ നിന്ന് ഈ 12 നാമങ്ങൾ വിണ്ണിലുള്ളവൻ ഈ മണ്ണിൽ ഇറങ്ങി നിന്നപ്പോൾ അവൻ്റെ പേരിനെ ചീത്തയാക്കാൻ സാത്താൻ ശ്രമിച്ചെങ്കിൽ ദൂതിതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നിന്റെ പേരിനെ ചീത്തയാക്കാനും സാത്താൻ ശ്രമിക്കും. നിന്റെ പേരിനെ ചീത്തയാക്കാൻ ശത്രു ശ്രമിക്കും. പക്ഷെ നീ ജയിക്കുന്നത് കുഞ്ഞാടിൻ രക്തത്താലും സാക്ഷിയൻ വചനത്താലുമാണ്. നീ ജയിക്കുന്നത് കുഞ്ഞാടിൻ രക്തത്താലും സാക്ഷിയൻ വചനത്താലുമാണ്. നീ ദൈവത്തിൻ്റെ നാമം വഹിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ സഹോദരി സഹോദരനെ, പിതാവേ മാതാവേ, ദൈവദാസനെ ദൈവദാസിയ, ഏതോ പോയിന്റിൽ വിചാരിക്കും എല്ലാം തീർന്നു, എൻ്റെ പേര് ചീത്തയായി, ഞാൻ ഉടഞ്ഞു, എല്ലാം തീർന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അതാ കേൾക്കുന്ന ഞാൻ അൽഗോൽഗോഥയിൽ നിന്നുള്ള ആ നിലവിളി കേട്ടാട്ടെ. കേക്ക്, ആ നിലവിളി ആ ഗോൽഗോഥയിൽ നിന്ന് കേട്ടാട്ടെ. 2 കള്ളന്മാർ നടുവിൽ കരയിൽ പിടിച്ചിട്ട മീൻ കണക്ക് പെടഞ്ഞ് ഇപ്രകാരം നിലവിളിച്ചു. സങ്കീർത്തനം 22:1, മർക്കോസ് 15:34, മത്തായി സുവിശേഷം 27:46-47. നിങ്ങൾക്കറിയാം, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? പ്രൊഫറ്റിക്കലി ഞാൻ മനസ്സിലാക്കുന്നു, ഈ ദിവസങ്ങളിൽ ഈ നിലവിളിയിലൂടെ ആരോ കടന്നു പോകുന്നുണ്ട്. ആരോ പറയുന്നു, വായ്, എന്തുകൊണ്ട് എൻ്റെ ലൈഫിന് ഇങ്ങനെയായി? എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ വന്നു? എന്തുകൊണ്ട് എൻ്റെ വീടിനിങ്ങനെ വന്നു? വായ്, എന്തുകൊണ്ട് ഇങ്ങനെ കടന്നു വന്നു? സ്തോത്രം. എന്നാൽ ദൂതിതാണ്, നീ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ആരെങ്കിലും ആമേൻ പറഞ്ഞോ? നീ നിൽക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. നീ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിനക്ക് എന്നും റോസ ബെഡ് അല്ല, എന്നും മനോഹരമായ പാതകളല്ല. നിനക്ക് തകർച്ചകളുണ്ടാകാം, നിനക്ക് താഴ്വരകളുണ്ടാകാം, നിനക്ക് ഇരുട്ടുകളുണ്ടാകാം, നിനക്ക് ഒറ്റപ്പെട്ട അനുഭവങ്ങളുണ്ടാകാം. നീയും ചങ്ക് തകർന്ന് നിലവിളിക്കും, വായ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ ജീവിതത്തിന് വന്നത്? ഫിലിപ്പിയർ 2:6-8 വരെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച്, സ്തോത്ര, മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എത്രത്തോളം താഴ്ത്തപ്പെടാമോ, ഒരിക്കൽ കൂടെ, എത്രത്തോളം താഴ്ത്തപ്പെടാമോ അത്രത്തോളം അവൻ താഴ്ത്തപ്പെട്ടു. ഇതുപോലെ തകർന്നവനും താണവനും വേറെ ആരുമില്ല. ഓ കമാൺ, നിങ്ങൾ കേട്ടില്ല? ഇതുപോലെ താഴ്ന്നവനും തകർന്നവനും വേറെ ആരുമില്ല. അബ്രഹാമിന് ഇതുപോലെ തകർച്ചയില്ലായിരുന്നു, ഇസഹാക്ക് യാക്കോബിന് ഇതുപോലെ തകർച്ചയില്ലായിരുന്നു, യോസെഫിന് ഇതുപോലെ തകർച്ചയില്ലായിരുന്നു. നിങ്ങൾ രാജാക്കന്മാരെ കുറിച്ച് പറ, പ്രവാചകന്മാരെ കുറിച്ച് പറ, വേറെ ആർക്കും ഇതുപോലെ തകർച്ചയില്ല, വേറെ ആർക്കും ഇതുപോലെ താഴ്ചയില്ല. ആരോ ഈ ഹോളിൽ പറയുന്നു, ഏറ്റവും കരഞ്ഞത് ഞാനാണ്, ഏറ്റവും നിന്ദിക്കപ്പെട്ടത് ഞാനാണ്, ഏറ്റവും ഉടഞ്ഞത് ഞാനാണ്, എന്നും യുദ്ധം കണ്ടത് ഞാനാണ്, എന്നും പ്രശ്നം കണ്ടത് ഞാനാണ്, എന്നും വേലിയേറ്റത്തിലും ജീവിച്ചത് ഞാനാണ്. ഓർമ്മ വെച്ച നാൾ തുടങ്ങി ഒലഞ്ഞൊലഞ്ഞ് ഞാൻ ജീവിച്ചു. ഓർമ്മ വെച്ച നാൾ തുടങ്ങി ഞാൻ കരഞ്ഞ് ജീവിച്ചു. എൻ്റെ ജീവിതം തന്നെ വായ്, എന്തുകൊണ്ട് എന്ന ചോദ്യത്തിലാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, when you stand for the name of the Lord, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ
നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ, കമാൺ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടോ? സംഘടനക്കല്ല, ദൈവദാസനല്ല, ഉപദേശത്തിനല്ല, പ്രസ്ഥാനത്തിനല്ല. ആരോ പറയുന്നത് യെസ്. എത്ര ക്രൂശെങ്കിലും, എത്ര ഉടവെങ്കിലും, എത്ര തകർച്ചയെങ്കിലും, എത്ര വ്യഥയെങ്കിലും, എത്ര വെല്ലുവിളിയെങ്കിലും ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും. എത്ര ഉടയേണ്ടി വന്നാലും, എത്ര അവഹേളിക്കപ്പെട്ടാലും, എത്ര ഉപേക്ഷിക്കപ്പെട്ടാലും ഈ പട്ടണത്തിൽ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ തല ഉയർത്തി നിൽക്കും. കാരണം എൻ്റെ ദൈവം അബദ്ധം പറ്റുകയില്ല. അവൻ എൻ്റെ ഇന്നലെ അറിയുന്നു, അവൻ എൻ്റെ ഇന്ന് കാണുന്നു, അവൻ എൻ്റെ നാളെയും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അങ്ങയുടെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ഞാൻ നിൽക്കും. കമോൺ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ നിൽക്കും. അങ്ങയുടെ നാമ മഹത്വത്തിന് വേണ്ടി ഞാൻ നിൽക്കും. കമോൺ പീപ്പിൾ, കരങ്ങളെ അടിച്ച് ശബ്ദമുയർത്തി ആരാധിച്ച് മഹത്വപ്പെടുത്തി പറഞ്ഞാട്ടെ. ആ വീട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താനാണ്. എനിക്കൊരു വീട് ദൈവം തന്നത് അങ്ങയുടെ നാമം അത് അവിടെ നിന്ന് മഹത്വപ്പെടാൻ വേണ്ടിയാണ്. അതൊരു വ്യവസ്ഥയാണ്. ആ വീട്ടിലേക്ക് ഓടി കയറുന്നവർ സൗഖ്യമാകും. അതൊരു വിടുതലിന്റെ വീടാണ്. ആ വീട്ടിൽ ഓടി കയറുന്നവർ അവരുടെ കെട്ടുകൾ അഴിഞ്ഞിരിക്കും. ഓ, അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. എന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം അങ്ങയുടെ നാമം മഹത്വം എടുക്കാനാണ്. എന്റെ ഭാവി അങ്ങയുടെ നാമം മഹത്വം എടുക്കാനാണ്. അങ്ങനെ എല്ലാ മക്കളെ ശബ്ദമുയർത്തി നന്നായി 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 പിടയുന്ന അനുഭവങ്ങളുണ്ട്, കരച്ചിലുണ്ട്. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി വന്നിട്ടില്ല. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി വന്നിട്ടില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വന്നിട്ടില്ല. താഴ്വരകൾ നിന്ന് കയറിയിട്ടില്ല. ഇരുട്ടുകൾ മാറിയിട്ടില്ല. ഏകാന്തത അവസാനിച്ചിട്ടില്ല. ഇടക്കിടക്ക് ഞാനും ചോദിച്ചു പോകാറുണ്ട്, എന്തുകൊണ്ട് 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 എന്തുകൊണ്ട്? പക്ഷേ ദൂത് ഇതാണ്, വെള്ളിയാഴ്ച ഒരു ചോദ്യമുണ്ടെങ്കിൽ ഞായറാഴ്ച ഒരു ഉത്തരമുണ്ട്. ഓ വെള്ളിയാഴ്ച ഒരു ചോദ്യമുണ്ടെങ്കിൽ ഞായറാഴ്ച ഒരു ഉത്തരമുണ്ട്. ആ ഞായറാഴ്ച ഉത്തരത്തിനായി അവൻ ഇറങ്ങി വന്ന് അവനെ ഉയർപ്പിച്ച്, ഞായറാഴ്ച പരിശുദ്ധാത്മാവ് വന്ന് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഇന്ന് പകൽക്കാല കരങ്ങൾ അടിച്ചു നിൽക്കുന്ന ഈ ജനത്തൊക്കെ ഞാൻ പറയട്ടെ, ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഉദ്ധരിപ്പാൻ Here comes the Holy Spirit. ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഉദ്ധരിപ്പാൻ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. കരങ്ങൾ അടിച്ചു പാതുറന്ന് അന്യഭാഷ പറ. ആ ഓൺലൈൻ ആയിരിക്കുന്നവർ കരങ്ങൾ അടിച്ച് ആദരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ മഹത്വത്തിന്. ഞാൻ ഒറ്റപ്പെട്ടത് അങ്ങേ മഹത്വത്തിന്. ഞാൻ നിലവിളിച്ചത് അങ്ങേ മഹത്വത്തിന്. ഞാൻ നിലവിളിച്ചത് അങ്ങയുടെ മഹത്വത്തിന്. ഞാൻ കരഞ്ഞത് അങ്ങേ മഹത്വത്തിന്. പലരും വിട്ടുപിരിഞ്ഞത് അങ്ങേ മഹത്വത്തിന്. വാതിലുകൾ അടഞ്ഞത് അങ്ങേ മഹത്വത്തിന്. എന്നാൽ അടഞ്ഞതിനേക്കാൾ ബലം, അടഞ്ഞതിനേക്കാൾ ഉന്നതമായത് തുറക്കുന്നത് അങ്ങയുടെ മഹത്വത്തിന്. പലതും വഴിയിൽ തടയപ്പെട്ടത് അങ്ങയുടെ നാമ മഹത്വത്തിന്. പക്ഷേ ശ്രേഷ്ഠമായത് കടന്നു വരുന്നത് അങ്ങയുടെ നാമ മഹത്വത്തിന്. കരങ്ങളടിച്ച് ആഘോഷിക്കുന്നത്